എല്ലാ സഹവിശ്വാസികൾ, ദൂരെ നിന്നോ വളരെ ദൂരെ നിന്ന് പ്രത്യേകാല ദോഹയിൽ നിന്ന് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഫ്ലൈറ്റ് എടുത്ത് കടന്നു വന്ന ദോഹയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹവിശ്വാസികൾ, സഹോദരങ്ങൾ, എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഏറ്റവും സ്നേഹത്തോടുകൂടിയും വാത്സല്യത്തോടുകൂടിയും ഞങ്ങളെ ചേച്ചി എന്ന് വിളിച്ചിരുന്നു. അവർ വന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നുച്ചയ്ക്ക് ഡൽഹിയിൽ അഡ്വക്കേറ്റ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ ഇളയപ്പെട്ട മോഹൻദാസും ഗീതാ മോഹൻദാസും അവർ രണ്ടുപേരും അഡ്വക്കേറ്റ്സാണ്. അവർ ഉച്ചയ്ക്കെത്തി. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം അർപ്പിക്കുന്നു. ഇത്രയും ധൈര്യത്തോടുകൂടി എനിക്ക് സാക്ഷ്യം പ്രസ്താവിക്കുവാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലവും സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവം എന്നെ, കർത്താവ് എന്നെ ബലപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ശാന്തമ്മ എന്നാണ് നിങ്ങളൊക്കെ അറിയപ്പെടുന്നത്. വീട്ടിൽ വിളിക്കുന്ന പേര് പൊന്നമ്മ. അപ്പോൾ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും അവളുടെ അമ്മാമ്മയും ഒക്കെ പൊന്ന എന്ന് വിളിച്ചു. അപ്പോൾ ഞാനും പൊന്ന എന്നാണ് സ്തോത്രം. അപ്പം ഞാനൊരു ദിവസം ചോദിച്ചു, ഡൽഹിയിലും ലോകയിലൊക്കെയുള്ള സഹോദരങ്ങളിലേക്ക് ഞാൻ ഈ പൊന്നെന്നാണ് നിന്നെ വിളിക്കുന്നത് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ശാന്തമ്മയെന്ന് വിളിച്ചോട്ടെ, അല്ലെ പൊന്നമ്മയെന്ന് നിന്നെ വിളിച്ചോട്ടെ, അവർക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട. ഇല്ല, എന്നെ പൊന്നെ എന്ന് വിളിച്ചാൽ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ പൊന്നയെ കുറിച്ച് ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 2 വാക്യങ്ങൾ. സൗന്ദര്യമുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. 9-ാം വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പൊന്ന സൗമ്യതയുടെയും താഴ്മയുടെയും വിനയത്തിൻ്റെയും ഒരു മാതൃകയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എൻ്റെ മക്കളെല്ലാം സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ഈ സാക്ഷ്യങ്ങൾ ഒത്തിരി നമുക്ക് കേൾക്കുവാനുള്ള കർത്താവിൻ്റെ വിശുദ്ധന്മാരായ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരുടെ സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും കേൾക്കുവാനുള്ള ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ ചുരുക്കം വാചകങ്ങൾ. ദൈവത്തിന് സ്തോത്രം. 1972 സെപ്റ്റംബർ മാസം 11-ാം തീയതി ഡൽഹി സെൻട്രൽ ഫെയ്ത്ത് ഹോമിൽ വെച്ച് നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്ററായിട്ട് മരിച്ച അന്ന് അവിടുത്തെ സെൻട്രൽ പാസ്റ്ററായിരുന്നു പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപ്പിള്ള ആണ് ഞങ്ങളുടെ വിവാഹം നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപ്പിള്ള സെൻട്രൽ പാസ്റ്റർ, പാസ്റ്റർ DC കോശി അസിസ്റ്റന്റ് പാസ്റ്റർ, സുന്ദരമണി അക്ക അവിടുത്തെ മദർ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്കൊരു കുടുംബം പോലെയായിരുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ പോലെയായിരുന്നു അവരെ ഞങ്ങളെ സ്നേഹിച്ചത്. ദൈവത്തിന് സ്തോത്രം.
ഞാൻ കൂടുതൽ അതിനെപ്പറ്റി വിവരിക്കുന്നില്ല. ഞങ്ങൾ വിവാഹ ജീവിതം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എൻ്റെ ശമ്പളം വെറും 1000 രൂപ. 1972 72 ദൈവത്തിന് സ്തോത്രം. അത് വളരെ ശ്രദ്ധിച്ച് ചെലവാക്കി കഴിയുമ്പോൾ എല്ലാവരും വാടക കൊടുക്കുക, വണ്ടിക്കൂലി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെലവാക്കി കഴിയുമ്പോൾ പിന്നെ ഒരു 1/2 ലിറ്റർ പാലാണ് രാവിലെ വാങ്ങിക്കുന്ന പാലുകാരൻ കൊണ്ടുവന്ന് തരും. അന്ന് ഞങ്ങൾ കൊണ്ടായിരുന്ന സൂസമ്മോട് മാത്രമാണ് ആദ്യം. ഫിലിപ്പ് ജനിച്ചിട്ടില്ല. അപ്പോൾ ഈ രാവിലെ ഞങ്ങളുടെ ചായ കുടിയും സൂസമ്മക്ക് പാല് കൊടുത്തു കഴിയുമ്പോൾ പാലങ്ങ് തീരും. പിന്നെ രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ശാന്തമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ പെണ്ണയ്ക്ക് ഒരു ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പാലില്ല. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എനിക്ക് ചായ കുടിക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ ഞാൻ സൂസമ്മോളെ എടുത്തുകൊണ്ട് ഞാൻ നേരെ ഫെയ്ത്തോമിനോട് നടക്കും. ഫെയ്ത്തോം ഏകദേശം ഒരു 1.5 ഫർലാങ് ദൂരത്തിൽ. അവിടെ വരെ എത്ര വെയിലാതെ നടന്നു പോയി അവിടെ ചെല്ലുന്നുടനെ സുന്ദരമണിയാക്കാവ് നല്ല ചായ കുടിക്കാൻ പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഞെരുക്കത്തിൻ്റെ കാലത്തും യാതൊരു പെറുപെറുപ്പും കൂടാതെ, യാതൊരു കംപ്ലൈൻറ്റും കൂടാതെ എൻ്റെ കൂടെ മനുഷ്യനേകനായിരിക്കുന്നല്ല, ഞാൻ അവന് തക്കതായോടെ കൊടുക്കും എന്ന് കർത്താവ് അരുളിച്ചിരിക്കുന്നത് പോലെ തന്നെ എനിക്ക് കർത്താവ് സ്വർഗത്തിൽ നിന്ന് തക്കതായ തുണി ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോൾ പൊന്നോട് പറഞ്ഞു, ഒരു മട്ടൺ കഴിച്ചിട്ട് ഒത്തിരി നാളായി കഴിക്കാൻ കൊതിയുണ്ടല്ലോ. എൻ്റെ ഈ പൈസ കിട്ടിയില്ല മട്ടൺ വാങ്ങിക്കാൻ. കടം വാങ്ങിക്കുന്ന സ്വഭാവം അന്നേ എനിക്കില്ല. ശാന്തമ്മ എന്നെ അതിനെതിര് പറയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ വൈകിട്ട് വന്നപ്പോൾ എനിക്ക് മട്ടൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു, എങ്ങനെ സാധിച്ചു? അപ്പോൾ പറഞ്ഞു, കുറച്ച് ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ ഞങ്ങൾ വരുത്തുന്നത് കുറച്ച് പേപ്പർ എടുപ്പുണ്ടായിരുന്നു. അത് ഞാൻ കൊണ്ടുപോയി വിറ്റ് ആട്ടിറച്ചി വാങ്ങിച്ച് കറി വെച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് സ്തോത്രത്തെ. ഈ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിൽ പോലും പൊന്നയ്ക്കോ അതിൽ കപ്പടയിൽ ധാരാളം. 77 ഗൾഫിലേക്ക് പോകാനായിട്ട് കർത്താവ് വഴി തുറന്നു. ആകസ്മികമായിട്ടല്ല. ദൈവത്തിന് സ്തോത്രം. ഞെരുക്കത്തിൻ്റെ കാര്യങ്ങളെല്ലാം പാസ്റ്ററുടെ BC കോശിയോടെ ഞാനിങ്ങനെ പറഞ്ഞു. കോശായ വലിയ ഞെരുക്കവും പ്രയാസമായി എങ്ങനെയാണ് മുന്നോട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്പം പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതി മനുഷ്യപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും, എവിടെ പാർക്കും, ഇതിനെക്കുറിച്ചൊന്നും നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടണം. അത് മാത്രം ചെയ്താൽ മതി മോനെ, കർത്താവെല്ലാം തരും. അതുപോലെ വിശ്വസിച്ചു. കർത്താവ് പോലെ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അത്ഭുതകരമായി, അതിശയകരമായി ഒരു അറബിയെ ഡൽഹിയിൽ വെച്ച് കണ്ടുമുട്ടുവാനും അദ്ദേഹം എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്കൊരു വിസ തന്നിട്ട്
എന്നെ ദോഹയ്ക്ക് കൊണ്ടുപോകാൻ തക്ക ടിക്കറ്റ് അയച്ചു തന്നു. ഞാൻ അങ്ങനെ പോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ചെറിയ ശമ്പളം. പലരും എതിർത്തു, ഈ ശമ്പളത്തിൽ ഇവിടെ വരരുത്, നല്ല ജോലിയിൽ വന്നിട്ട് വരരുത്. ഞാൻ പറഞ്ഞു ശരി, കർത്താവ് നോക്കിയോൾ. അങ്ങനെ അവിടെ പോയി ആ അറബിയെ, അബ്ദുള്ള അൽ-സുവൈദി എന്ന് പറഞ്ഞ അറബിയെ 14 വർഷം സേവിച്ചു. ദൈവത്തിന് സ്തോത്രം. അറബി അന്നത്തെ ഒരു ദരിദ്രനായിരുന്നു. എന്നാൽ ഞാൻ 14 വർഷം സേവിച്ചപ്പോൾ അദ്ദേഹം അനേകം മെഴ്സിഡീസ് കാറുകളും വലിയ കൊട്ടാരം പോലുള്ള വീടും ഒക്കെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം എൻ്റെ കരങ്ങളുടെ പ്രവൃത്തികളെ കർത്താവ് അനുഗ്രഹിച്ച് ദൈവത്തിന് സ്തോത്രം. ആലയിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ടു. 1991 സൂസമോള് 12th സ്റ്റാൻഡേർഡ് പാസ്സായപ്പോൾ ഞങ്ങൾ എല്ലാവരും മടങ്ങി വന്ന് അവർ കോളേജ് ചേർക്കാനായിട്ട് ഞങ്ങൾ ജോലി കാണുന്നു. അറബിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ പോകാൻ പറ്റത്തില്ല, നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗമാണ്, എങ്കിലും ഞങ്ങൾ പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ കർത്താവ് അത്ഭുതകരമായി, അതിശയകരമായി 91 തന്നെ ഒരു ചെറിയ ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോരുവാൻ തക്കവണ്ണം കർത്താവ് കൃപണം. ദൈവത്തിന് സ്തോത്രം. ഞാനും ജോയ് ബ്രദർ കൊടുവിളഞ്ഞിട്ടുള്ള ജോയ് ബ്രദർ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആയിരുന്നു. ഞങ്ങളുടെ കൂടെ തങ്കച്ചൻ ബ്രദർ നിലമ്പൂരിൽ നിന്ന് ആ തങ്കച്ചപ്പുറത്തോട് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ 3 പേര് പാർട്ട്നേഴ്സായിട്ട് ബിസിനസ് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 91 തന്നെ ഞങ്ങൾ 2 പേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും തങ്കച്ചൻ ബ്രദറും. ബിസിനസ് ഒന്നും നടക്കുന്നില്ല, ബിസിനസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ബിസിനസിനെ കർത്താവ് അനുഗ്രഹിക്കാൻ നമുക്ക് കർത്താവ് ഒരു വാക്യം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അധിക സമയം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ് തങ്കച്ചനോട് പറഞ്ഞു, തങ്കച്ച എനിക്കൊരു വാക്യം കർത്താവ് തന്നു. അപ്പം തങ്കച്ചൻ വാക്യം കിട്ടുമ്പോൾ പറയണോ? തങ്കച്ചൻ പറഞ്ഞ ചായ എനിക്കും വാക്യം കിട്ടി. ഞാൻ പറഞ്ഞു, തങ്കച്ചൻ ആദ്യം പറയാൻ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ പറയാം. അപ്പോൾ പറഞ്ഞു, 41-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും, യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും, അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല, യഹോവ അവനെ രോഗശൈലിയിൽ താങ്ങും, ദീനത്തിൽ നീ അവന്റെ കിടക്കയെല്ലാം മാറ്റിയിരിക്കും. ഇതാണ് എനിക്ക് കിട്ടിയ വാക്യമെന്ന് തങ്കച്ചൻ പറഞ്ഞു. ഞാനിത് 2 കരങ്ങളെയും ഉയർത്തി സ്വർഗത്തെ ഉയർത്തിക്കൊണ്ട് ഞാൻ അല്പസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. കാരണം അങ്ങനെ കണ്ടാൽ അവനെ ഒളിപ്പിക്കുന്നതും അണിഞ്ഞടക്കുന്ന സാധ്യതകളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അങ്ങനെ ജോയ് ബ്രദർ ഉടൻ തന്നെ സമ്മതിച്ചു. അതാ ഞങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന നന്മയിൽ നിന്നെല്ലാം ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ 3 പേരും പ്രത്യേകമായിട്ട് ഈ വിഷയത്തിൽ ദൈവത്തിന് സ്തോത്രം കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ കർത്താവിന് കൊടുത്തുകൊണ്ടിരുന്നു. എപ്പോഴും പറയും, കർത്താവെ ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല, നിങ്ങൾ നിന്ന് വാങ്ങി നിനക്ക് തരികയാണ്. അങ്ങനെ ആ ബിസിനസ് 91 തുടങ്ങി. ദൈവം വളരെ അനുഗ്രഹിച്ചു. കഴിഞ്ഞ വർഷം ആ ബിസിനസ് ക്ലോസ് ചെയ്ത് വിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. പക്ഷെ വാങ്ങിയ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഞങ്ങളെ അനുഗ്രഹിച്ച കർത്താവ് പ്രിയ സഹോദര പ്രിയ സഹോദരനെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ആ വിഷയം അവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴേ ഞാൻ ഈ വിഷയങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്ന വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു പാസ്റ്ററുടെ സെൻട്രൽ പാസ്സായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, എത്ര കൊടുത്താലും പിന്നെ കിട്ടുമെന്ന വിശ്വാസം. ഞാൻ ശാന്തനെക്കുറിച്ച് പൊന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, പൊന്നയ്ക്ക് ഈ കാര്യത്തിൽ
എന്നോട് കൂടെ ഒട്ടിനിന്നു. ദൈവത്തിന് സ്തോത്രം. അനാഥരെ, വിധവന്മാരെ, ദരിദ്രരെ സഹായിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി കൂടുതൽ കൊടുക്കണമെന്ന് എപ്പോഴും എന്നോട് പറയുമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആണ്ടുകളിൽ ദൈവത്തിന് സ്തോത്രം ഞങ്ങളോട് ചേർന്ന, ഞാനും വലിയച്ഛനും അജിത് ബ്രദറും കൂടെ ചേർന്ന് ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുവാനും അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങളും അതോടുകൂടെ സുവിശേഷം അറിയിക്കുവാനും ഒക്കെയും പാഠശാല ആ ഭാഗങ്ങളിലേക്കൊക്കെയും ഞങ്ങൾ പോകുക പതിവായി. കുറവങ്കോണമല്ല, കാരക്കോണം മെഡിക്കൽ കോളേജിൽ ദൈവത്തിന് സ്തോത്രം ദരിദ്രരായ കിടപ്പ് രോഗികൾക്ക് ഒരു 150-160 പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു അവസരം കർത്താവ് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ പൊന്ന അവിടെ വന്ന് അവളുടെ കൈ കൊണ്ട് കഴിഞ്ഞ മാസം അനേകർക്ക് ആഹാരം കൊടുക്കാൻ കർത്താവ് കൃപ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അവളെപ്പോഴും കർത്താവുമായിട്ട് കണക്റ്റഡായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഓഫീസ് റൂം മേളിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടില്, അത് കഴിഞ്ഞ് ഞാൻ താഴോട്ടിറങ്ങി വന്ന് ബെഡ്റൂമിൽ പോയി നോക്കുമ്പോൾ അവിടെ കാണത്തില്ല. എവിടെയാണ് മേലിയോടെ ചോദിക്കും, എവിടെയാണ് അമ്മാമ്മ എന്തിയെ? അപ്പം അവളെ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ഒരു ഡ്രോയിങ് റൂമിൽ സോഫയിൽ ഇങ്ങനെ കണ്ണടച്ച് മൗനമായി പ്രാർത്ഥിക്കുന്നവൾ. അവൾ എപ്പോഴും കണക്റ്റഡായി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിക്കും എനിക്ക് ഒത്തിരി ഏറ്റു പറയാറുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പൊന്നയ്ക്കൊന്നും അധികം ഏറ്റു പറയാനില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് കർത്താവ് ഒരു കാർഡിയാക് അറസ്റ്റ് വന്ന് 5 മിനിറ്റിന് വേദന മാത്രം സഹിച്ചുകൊണ്ട് അവള് കർത്താവിനോട് കൂടെ ആയിരുന്നു. ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബാംഗങ്ങൾക്ക് നിശ്ചയമാണ്, അവൾ വിട്ടുപിരിഞ്ഞപ്പോൾ കർത്താവിനോട് കൂടെ ആയിരുന്നു. അപ്പോൾ ആ അന്ത്യനിമിഷത്തിൽ ഞാൻ പറഞ്ഞ നിശ്ചയമായിട്ട് ഞാനും അവളെ കാണും. കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, കൃപയാൽ ഞാനും അവളെ കാണും. ദൈവത്തിന് സ്തോത്രം. പൊന്നയില്ലാത്ത ഒരു ഭവനം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ധൈര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. 1992 ഞങ്ങൾക്ക് ആദ്യം വീട് വെക്കാൻ കർത്താവ് കൃപ തന്നു. എന്നിട്ട് അവളാ വീടെല്ലാം പണിയിച്ചത്. എന്നാൽ ഇപ്രാവശ്യം 91 കോവിഡിന്റെ സമയത്ത് ഞങ്ങളൊന്ന് അത് റിനോവേറ്റ് ചെയ്യേണ്ടി വന്നു. പുതുക്കി പണിയേണ്ടി വന്നു. പുതുക്കി പണിഞ്ഞ് നല്ല ഒരു ഭവനമാക്കി കർത്താവ് തന്നു. പക്ഷെ അതിലൊന്നും ഒരു നിഗളമോ ഒരു പ്രശംസയോ ഒന്നും കാണിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം വരട്ടെ. നന്മയും കരുണയും ആയുഷ്കാലത്തിനെ പിന്തുടരുമെന്ന് എഴുതിയിരിക്കുന്ന ഒരു ജീവിതമായിരുന്നു അവളുടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് പൊന്നയുടെ ജീവിതത്തിലും അവൾ കൂടി എൻ്റെ ജീവിതത്തിലും ചെയ്ത എല്ലാം നന്മകൾക്കായി ഞാൻ എല്ലാ മാനവും മഹത്വം കർത്താവിന് കൊടുത്തുകൊണ്ട് എൻ്റെ എളിയ സാക്ഷിയെ ഞാൻ വിരമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ശാന്തമേടാങ്ങള ദൈവത്തിന് സ്തോത്രം ഇനിയും ഒരു സാക്ഷി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ശാന്തമേട് അനന്തിരവന് അനുഭവിച്ചവർ വന്നിട്ടുണ്ട്. അവർ സാക്ഷി പറയാനും ഇപ്പോൾ ഭാഷാനുഭവം തന്നിരിക്കുകയാണല്ലോ. ദൈവത്തിന് സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമാണ്. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം മഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ട ശാന്തമ്മ എൻ്റെ സഹോദരിയാണ്. ഞങ്ങൾ 4 മക്കളാണ്. മൂത്തവർ 3 പേരും സഹോദരിമാരാണ്. ഇളയ ഞാനൊരു സഹോദരനാണ്. ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട്
ചെറിയ പ്രായം മുതൽ ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ് ജീവിച്ചത്. മറ്റോളം എന്ന് പറയുന്ന സ്ഥലത്ത് തിരുവല്ലായി ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിച്ച സമയത്ത് ഞങ്ങൾ കൂട്ടുകാരെ പോലെ കളിക്കുകയും ജീവിക്കുകയും ചെയ്ത ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഞാൻ രാത്രി കടന്നു വന്നു. മറ്റേ 2 സഹോദരിമാരും പ്രായത്തിൽ അല്പം എന്നെ കണ്ടുന്നവരായിരുന്നത് കൊണ്ട് അവരോട് എനിക്കൊരു പ്രത്യേക ബഹുമാനവും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ഒരേ പ്രായമാണ്, വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. വളരെ കൂട്ടുകാരെ പോലെയാണ് ഞങ്ങൾ ജീവിച്ചത്. ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയൊക്കെ ഉണ്ട്. ഞാനൊരു അമ്പച്ചനായിരുന്നതുകൊണ്ട് അടിപിടിയിൽ ഞാനായിരുന്നു മികച്ചു നിന്നത്. കരഞ്ഞുകൊണ്ടൊക്കെ പോകുന്നത് ഞാൻ ഓർക്കുന്നു, എൻ്റെ അടിയുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ പിണങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കാരത്തേക്കില്ല, അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കാരത്തേക്ക് അറിഞ്ഞു. ശാന്തമ്മ എന്നാണല്ലോ പേര്, ഓർപ്പിച്ചതുപോലെ അത് എൻ്റെ സ്വഭാവത്തിനോട് ചേർന്ന അന്വർത്ഥമാകുന്ന ഒരു പേരായിരുന്നു. തികഞ്ഞ ശാന്തതയും സൗമ്യതയും ശാലീനതയും സാവധാനതയുമുള്ള ഒരു സ്വഭാവമായിരുന്നു തൻ്റേത്. എല്ലാവരെയും സ്നേഹിക്കുന്ന, പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന, ചിരിയോടെ സംസാരിക്കുന്ന, ശാന്തമായി ഇടപെടുന്ന ഒരു പ്രവൃത്തി തനിക്കുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ എൻ്റെ 2ാമത്തെ മകളുടെ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വിടാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ രാത്രിയാണ് ഞങ്ങളുടെ വീട്ടിൽ കയറി ശാന്തമ്മയെ കണ്ടു, ബന്ധമയെ കണ്ടു. ഞാൻ അതിൻ്റെ ശേഷം വണ്ടിയിൽ കയറുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വലിയ ഭാരമുണ്ടായി. കാരണം ഞാൻ കാണുമ്പോൾ അവൾ ക്ഷീണിതയായി, പരീക്ഷീണയായ വ്യക്തിയുടെ മുഖമായിരുന്നു. ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അവൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നു, അവൾ വളരെ ടയർഡാണല്ലോ, രോഗം നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ടുണ്ട്, അവരുടെ കരയുന്ന മുഖം കണ്ടിട്ടുണ്ട്, സന്തോഷിക്കുന്ന മുഖം കണ്ടിട്ടുണ്ട്, പല ഭാവത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവൾ മരിച്ചു കിടക്കുന്ന മുഖവും കണ്ടു. എന്നാൽ അന്ന് ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ ഭാരമുണ്ടായി. ഞാൻ ആ കാര്യം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വലിയവനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവൾ ആയിരിക്കുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ കാംക്ഷയുണ്ടാകുന്ന അത്യുത്തമമല്ലോ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അവൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെയാണ്. ദൈവം അവളെ ആദരിച്ചു, ദൈവം അവളെ അനുഗ്രഹിച്ചു. പ്രിയ ബോബി അളിയൻ, ഞങ്ങൾ അളിയന്മാരെന്ന് അളിയനെ എന്നെ വിളിക്കും, ഞാനും അദ്ദേഹത്തെ അളിയനെ വിളിക്കും. ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യാഭർത്തൃ ബന്ധമായിരുന്നു നയിച്ചത്. ഇതൊരു എക്സാമ്പിൾ കണ്ടുപഠിക്കേണ്ടതായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ തമ്മിലുള്ള ആ ബന്ധവും ആ അടുപ്പവും വളരെ ശ്രേഷ്ഠമായി. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ ദൈവം അവർക്ക് നൽകി, എല്ലാ നന്മകളും അവർക്ക് നൽകി. ദേശത്ത് പാർത്ത് വിശ്വസ്തരെ ആചരിച്ച് കർത്താവിൻ്റെ സാക്ഷികളായി നിലനിൽക്കാൻ അവർക്ക് ഇടയായി. വിശേഷിച്ച് അറിയാൻ കർത്താവിൻ്റെ വേലയ്ക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എന്നതുപോലെ പല കാര്യങ്ങളും അതിനൊക്കെ പിറകിൽ നിന്നുകൊണ്ട് വലിയ പിന്തുണയായി സപ്പോർട്ടായി നിന്നതാണ് ആ വിധത്തിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി വരുന്ന ദിവസങ്ങളിൽ അളിയനും കുടുംബവും മുന്നോട്ട് പോകുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ശാന്തമ്മ, പൊന്നമ്മ, കാണിച്ചമ്മ നമുക്കും അനുകരിക്കാം. ശാന്തതയോടെ, സൗമ്യതയോടെ, സ്നേഹത്തോടെ, മനസ്സിലോടെ മറ്റുള്ളവരെ കാണുവാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിക്കുവാനോ അവർക്കിടയായി ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഗോഡ്ലി എന്നാണ്. എൻ്റെ ഭാര്യ ബീനയുടെ മാതാവിൻ്റെ ഇളയ സഹോദരിയാണ് പ്രിയ ശാന്തമ്മ ആൻറ്റി. ഏതാണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ വിവാഹിതരാകുന്നതും ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്നത്. അന്ന് മുതൽ ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഒരു ആൻറ്റിയാണ് ശാന്തമ്മ ആൻറ്റി.
പ്രിയ ദാസങ്ങളിൻ്റെയും അതുപോലെ മറ്റ് കുടുംബാംഗങ്ങളുടെയും വളരെ ശക്തമായ സാക്ഷ്യം തന്നെ പറ്റി നാം കേൾക്കുകയുണ്ടായി. തൻ്റെ പേര് പോലെ തന്നെ വളരെ ശാന്തമായ സ്വഭാവമുള്ള ഒരു ആൻറ്റി, അതുപോലെ എപ്പോഴും നിഷ്കളങ്കമായ ഊഷ്മളമായ ഒരു ചിരിയോടുകൂടെ ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു ആൻറ്റിയായിരുന്നു. ഇന്ന് ആ ചിരി ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുകയാണ്. എന്നാലും ആ ചിരിയുടെ ഓർമ്മ എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് കടന്നു വരുന്നതിനും ആ ഭവനത്തിൽ ഒരു ദിവസം ആൻറ്റിയോടും മക്കളിനോടും ഒപ്പം ചിലവഴിക്കുന്നതിനും ഇടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയം പതിവ് പോലെ ഞങ്ങൾക്ക് അന്ന് ലഭിച്ചു. തന്റെ വിയോഗത്തിന് ഏതാണ്ട് 2-3 ദിവസം മുമ്പ് ഞാൻ പിന്നെ ഫോണിൽ വിളിക്കുകയുണ്ടായി. കുറെ നേരം സംസാരിച്ചു. തന്റെ അസ്വസ്ഥതകളെ പറ്റി കുറച്ച് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഇത്ര പെട്ടെന്ന് താൻ ഈ ലോകത്ത് മാറ്റപ്പെടും എന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഇന്ന് താൻ ഈ ഭൂമിയിലില്ല. നാം ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവയ്ക്ക് വിലയേറിയ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നത് ക്രിസ്തുവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. ഭാഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നാം കടന്നുപോയിരിക്കുകയാണ്. തന്റെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകദാസങ്ങളെയും നിങ്ങളെ തുടർന്ന് പ്രാർത്ഥനയുടെ കാര്യങ്ങൾ വഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരസിക്കുന്നു. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങൾക്കും അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. കർത്താവെ എത്രത്തോളം കർത്താവിനെ സൂക്ഷിച്ച സ്നേഹത്തിൽ പാലക്കണം കർത്താവ് സഹായിച്ചു. കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിന്റെ കൈകൂടി ഒരു നിമിഷവും വഴി നടത്തി നിർമ്മിക്കാനും ഇവിടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള സമയങ്ങളിൽ കർത്താവ് നല്ല പിതാവ് മാതാവായി കൂടിയിരുന്ന് കുഞ്ഞുങ്ങളെ ഞാൻ കർത്താവ് ആശ്വസിപ്പിക്കണം. എല്ലാവർക്കും നല്ല അവരും മറ്റുള്ളവർക്കും അനുഗ്രഹമായിരിക്കാനും അവരെ ആശ്വസിപ്പിക്കാനുള്ള പ്രാർത്ഥനയെ ഉപേക്ഷിച്ചുകൊണ്ട് സാധിക്കും. വിവിധമായ അനുഭവങ്ങൾ കേൾക്കുവാനെല്ലാം സാധിച്ചതിൽ ഞാൻ അതിയായ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത ക്രിസ്തുവിനെ അറിഞ്ഞ നാൾ മുതൽ അവരുടെ ഉയരത്തിലെ ജ്ഞാനത്താൽ നിറഞ്ഞ ഒരു ജീവിതം നയിപ്പാൻ ദൈവം അവരെ സഹായിച്ചു. യാക്കോബിന്റെ ലേഖനം 3:17 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഉയരത്തിലെ ജ്ഞാനം ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവും സ്വൽപ്പവും സങ്കീർത്തിയും നിറഞ്ഞതും കപടവും പക്ഷപാതമില്ലാത്തതുമായ ആ ദിവ്യമായ സ്വഭാവത്താൽ ആത്മീയ ജീവിതത്തിന്റെ ആരംഭം മുതലേ ആ ദിവ്യ സ്വഭാവങ്ങളായി ദൈവം അവർക്ക് സഹായിച്ചു.
ആ സ്വഭാവത്തെ വളർത്തിയെടുത്തതിനാൽ തൻ്റെ കുടുംബജീവിതവും സഭാ ജീവിതവും തൻ്റെ സമൂഹ ജീവിതവും എല്ലാം സമാധാനപരമായി എല്ലാവർക്കും മാതൃകാപരമായ ഒരു ജീവിതം നയിക്കാൻ ദൈവനെ സഹായിച്ചോർത്ത് ഞാൻ ദൈവത്തെ പ്രവർത്തിപ്പെടുത്തുന്നു. തൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദാനം ചെയ്യുക മാത്രമല്ല, ദിവ്യ സ്വഭാവം പ്രാപിക്കുന്നതിനും ദിവ്യശക്തി സഹായിക്കുന്നതിനാൽ കർത്താവ് കൊടുത്ത പരിശുദ്ധാത്മ ശക്തിയാൽ അവരുടെ ദിവ്യ സ്വഭാവം പ്രാപിക്കാൻ ദൈവനെ സഹായിച്ചു. നമുക്കെല്ലാവർക്കും സാധിക്കുന്ന കാര്യം തന്നെയാണ് ഇത്. ദിവ്യശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ, ദിവ്യ സ്വഭാവത്താൽ നിറം ജീവിക്കണമെന്നുള്ള താല്പര്യത്തോടെ വീരത്തിലെ ജ്ഞാനത്താൽ നിറം ജീവിക്കുന്നുവെങ്കിൽ ഈ വിധമായ ഒരു മാതൃകാ ജീവിതം എല്ലാ വിധത്തിലും സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഈ ഉയരത്തിൽ ജ്ഞാനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ആകയാൽ ഈ കൂടിയിരിക്കുന്ന അമ്മാമയുടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദിവ്യ സ്വഭാവം പ്രാപിച്ച് ദിവ്യശക്തിയാൽ നിറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവിന് അനുരൂപരായി തീരുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരണം ധ്വനിക്കുമ്പോൾ അവനോടുകൂടി എടുത്തുകൊള്ളപ്പെടുവാൻ തക്കവണ്ണം കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് സഹായിക്കുമാറാകട്ടെ. അടിയനും അതിനുള്ള വിശേഷമായ കൃപ എനിക്കും ആവശ്യമാണ്. ഈ പറഞ്ഞതുപോലുള്ള ഒരു ദിവ്യ സ്വഭാവത്തിന്റെ ഒരു പൂർണ്ണത എനിക്ക് പ്രാപിക്കുവാൻ ഞാൻ അതിയായി വാഞ്ചിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരുടെയും കൂടിയിരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുകയും ആ യേശുവിന്റെ കാലധ്വനിക്കായി എല്ലാവരും ഒരുങ്ങി കാത്തിരിക്കുകയും എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ അവസരം സ്തോത്രം. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുക്കുകയും അവളുടെ സ്വന്തം പ്രവർത്തികൾ പട്ടണവാതിൽക്കൽ അവളെ പ്രശംസിക്കട്ടെ. സദസ്യവാക്യങ്ങൾ 31-32. പ്രിയ സിസ്റ്റർ സാന്തമ്മയുടെ അനുഗ്രഹീത ജീവിതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവർ സിസ്റ്റർമാരെയും ദൈവവേലയെയും അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും തൻ്റെ അധ്വാനഫലം ദൈവത്തിൻ്റെ വേലയ്ക്കായി ചെലവിടുകയും ചെയ്ത സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു മാതാവായിരുന്നു. അവർ ശ്രീനാമ മഹത്വത്തിനായി ജീവിക്കുകയും സ്വർഗീയ അവകാശത്തിന് ഓഹരിക്കാരിയായി തീരുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു. കുടുംബാംഗങ്ങളെയും സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം ആശ്വസിപ്പിക്കുമാറാകട്ടെ. കോട്ടയം സെൻട്രൽ പാസ്റ്റർ തോമസ് വേദ്യൻ അയക്കുന്ന പ്രത്യാശ സന്ദേശം തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. സങ്കീർത്തനം 116-15. സാധമ നിലപോൽ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം പ്രാപിപ്പാൻ കടന്നുപോയിരിക്കുന്നു. ഈ വെളിച്ചം ഇവിടെ അണഞ്ഞുവെങ്കിലും വിധിതയിൽ എന്നേക്കും പ്രകാശമായി തീരും. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും കൃപാലുവായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളം സെൻട്രൽ പാസ്റ്റർ സണ്ണി ജെയിംസ് അയക്കുന്ന പ്രത്യാശ സന്ദേശം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. ഫിലിപ്പിയർ 1:23. സിസ്റ്റർ സാധന കർത്താവിൻ്റെ വേലയ്ക്ക് ഒരു സഹായവും അനുഗ്രഹവും ആശ്വാസവുമായിരുന്നു. ഈ മാതാവ് കർത്താവിൻ്റെ വേലയ്ക്ക് നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവളായിരുന്നു. കർത്തൃ ശുശ്രൂഷകരെയും വേലയെയും സ്നേഹിച്ച സൗമ്യതയുള്ള ഒരു മാതൃക വിശ്വാസിയായിരുന്നു. കുടുംബാംഗങ്ങളെയും സർവ കൃപാലുവും കരുണാസമ്പന്നനുമായ ദൈവം നിത്യാശ്വാസത്താൽ നിറയ്ക്കുമാറാകട്ടെ. തൃശ്ശൂർ സെൻട്രൽ പാസ്റ്ററും എൻ്റെ പ്രത്യാശ അറിയിച്ചിരിക്കുന്നു, ഭവനക്കാരോട് അറിയിച്ചിരിക്കുന്നു. റാന്നി സെൻട്രൽ അസിസ്റ്റന്റ് പാസ്റ്റർ ഫിലിപ്പ് കൂട്ടുകാരൻ്റെ നയിച്ചിരിക്കുന്ന പ്രത്യാശ സന്ദേശം നിത്യത മുഴുവൻ പ്രകാശിക്കുന്നത് നിശ്ചയ വിളിച്ചുകൊണ്ട് നിത്യ തേജസ്സിൻ്റെ പുത്രയും തത്വത്തിൻ്റെ പുത്രയുമായ യേശുവിൻ്റെ പ്രിയമകളെ നിത്യതയിലെ രണ്ടാം വാസസ്ഥലമായ യെരൂശലേമിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ നിന്നും ഇറങ്ങി വരുന്ന സ്വർഗീയ രാജാവാം യേശുവിൻ്റെ മഹാനാളിന് വേണ്ടിയും മഹാനാഴികയ്ക്ക് വേണ്ടിയും മഹാഭരണത്തിന് വേണ്ടിയും വാഴ്ചയ്ക്ക് വേണ്ടിയും നിത്യ ആരാധനയ്ക്ക് വേണ്ടിയും ഒരുക്കി ചേർത്ത
ചേർത്തതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകർക്കും അവരെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കും ധാർമ്മിക പ്രകാശവും അനുഗ്രഹവുമായിരുന്നു. വിശുദ്ധ ജീവിതത്തിലും നിഷ്കളങ്ക ജീവിതത്തിലും പ്രിയപ്പെട്ട സഹോദരിയുടെ പ്രതീകമായിരുന്നു. പ്രത്യാശയോടെ ഇരിക്കുന്ന കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. പ്രധാനിൽ കുമ്പനാട്ടിൽ നിന്നും തമിഴ്ഗീതം 2 മുത്തുകളുടെ ഇടയിൽ താമര പോലെ പ്രിയ സഹോദരി പല ഘട്ടങ്ങളിലെ ഇടയിൽ സൗരഭ്യം പകരുന്ന ക്രിസ്തുവിൻ്റെ ഒരു പത്രമായി ശോഭിച്ച് കുടുംബാംഗങ്ങളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡേവിഡ് ജോയൽ അയച്ച സന്ദേശം പ്രിയ ശാന്തമ്മയെ കുറിച്ച് ചില വാചകങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അംഗങ്ങളായിരുന്ന ദോഹ അസംബ്ലിയിൽ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളുടെ ബന്ധം ആരംഭിച്ചിരുന്നു. പ്രിയ അമ്മ ആൻറ്റിയുടെ പുഞ്ചിരിക്കുന്ന മുഖം മാത്രമാകുന്നത് എല്ലായ്പ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത്. എൻ്റെ പേര് പോലെ തന്നെ ശാന്തവും സമാധാനമായുള്ള ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ദോഹ മിൽസ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ താൻ എൻ്റെ ഒരു ടീച്ചറായിരുന്നു എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. ക്ലാസ്സിലെ കുട്ടികളോട് പോലും കുറച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. സ്വാതന്ത്ര്യം വരുമ്പോഴും എനിക്ക് ലഭിക്കുമായിരുന്ന നല്ല ചിരിയും സ്വാതന്ത്ര്യങ്ങളെല്ലാം എനിക്ക് നഷ്ടമാക്കിയിരിക്കുകയായിരുന്നു. സ്കൂളിൽ നിന്ന് 1990 പാസ് ഔട്ടായ എൻ്റെ ക്ലാസ്മേറ്റ്സ് എൻ്റെ അനുശോചനവും അറിയിക്കുന്നു. കാരുണ്യവാനായ ദൈവം ദാസനും സാംസനും ജസ്റ്റിനും വിരോധമോട്ടും അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഈ വലിയ നഷ്ടം സഹിക്കുവാനുള്ള കൃപ ദൈവം കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേച്ചി എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ സഹധർമ്മിണിയാണ്. ജ്യേഷ്ഠ സഹോദരൻ്റെ ഭാര്യ താഴെയുള്ളത് മാതാവിന് തുല്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാതാവിൻ്റെ വിയോഗമാണ് ഈ ദുഃഖം. പക്ഷെ മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ അത് ദുഃഖത്തിന് കാരണമല്ല. കാരണം വിദ്യാഭ്യാസ കാലം മുതൽ ദൈവാനുഗ്രഹം കിട്ടി ഒരു കുടുംബമായി ജീവിക്കാനുള്ള അനുഗ്രഹം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹം മാതൃകാപരമായ ഒരു കുടുംബ ജീവിതം നയിക്കുന്നതിന് ഇന്നേ വരെ അവരെ അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശാന്തമ്മ ചേച്ചിയുടെ അഗാധമായ പ്രാർത്ഥനയും പ്രവൃത്തിയും കൊണ്ട് കിട്ടിയതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ്. ഒരു വേദനയും കൂടാതെ ദൈവസന്നിധിയിലെത്താൻ കഴിയും. അപ്പോൾ അവിടെ സന്തോഷപരമായിട്ട് എത്തിയിരിക്കുകയാണ്. ആ കാര്യം ഓർത്ത് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അദൃശ്യമായിട്ട് അവിടെ ഇരുന്ന് നമ്മളെയൊക്കെ അനുഗ്രഹിക്കും. പിന്നെ മനുഷ്യ ജീവിതത്തിനും ഒരു പരിധിയുണ്ട്. മനുഷ്യ ജീവിതത്തിന് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഇതിനെയെല്ലാം തൻ്റെ പ്രാർത്ഥനയും പ്രവൃത്തിയും കൊണ്ട് തരണം ചെയ്യാൻ ഒരു ശകല സമയം പോലും വേദന അനുഭവിക്കാതെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലെത്താൻ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കാനും ആ മഹത്വത്തിൽ സാധിച്ചു. അപ്പോൾ നമ്മളെല്ലാം ചെയ്യേണ്ടത് ആ മഹത്വം എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ നമ്മളും ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അനുഗ്രഹം ഏറ്റുവേണം. നമുക്ക് എപ്പോഴും മാർഗനിർദ്ദേശം തരാനായിട്ട് അവിടെ ഉണ്ടാവും. നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നമ്മളെല്ലാം തന്നെ ഈ സന്ദർഭത്തിൽ
ഈ പ്രിയ ഭവനത്തോടുള്ള ദുഃഖത്തിന് പങ്കുചേരുവാനും ദൈവം ഈ അവസരം എനിക്ക് നൽകിയതിനായി ഞങ്ങൾക്ക് സ്തുതിക്കുകയും മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ആദരവും സ്നേഹവും നന്മകളും ഒക്കെ അനുഭവിക്കാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. അത് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. ഈ ഭവനത്തിലെ പിതാവ് ഇപ്പോൾ തന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. വ്യക്തമായി ആ കാര്യങ്ങൾ വെളിപ്പെടുത്തി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവെഴുത്തിൻ പ്രകാരം അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് കിട്ടാനുള്ള പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ബൈബിൾ പറയുന്നത് കൊണ്ട് ഞാനത് മറഞ്ഞ് മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ കോവിഡ് ആരംഭിച്ച അല്ലെങ്കിൽ 2020 പ്രാരംഭ സന്ദർഭങ്ങളിൽ ഒരു കുടുംബം അനാഥമായി തീർന്നു. ആകെ ആ ഭവനത്തിലുണ്ടായിരുന്ന ഒരു സഹോദരൻ 42 വയസ്സ്, അയാൾക്കുള്ള 2 കുട്ടികൾ, ഭാര്യ, അവരുടെ 2 പ്രായമുള്ള അമ്മമാർ. ഈ 5 സഹോദരിമാര് അനാഥരായി മാറി. ഒരു ചുവട്ടിനി സ്ഥലം പോലും അവർക്കില്ല, കയറി കിടക്കുവാൻ ഇടമില്ല, ഉപജീവനത്തിന് മാർഗമില്ല. ഇങ്ങനെയുള്ള ഒരു കഷ്ടതയിൽ ആയിത്തീർന്ന ആ സന്ദർഭത്തിൽ ഈ വിവരങ്ങൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പ്രിയപിതാവിനെ അറിയിച്ചു. ആ സന്ദർഭത്തിൽ അതിന് ഒരു കാര്യമായ നിലയിലുള്ള സഹായം ചെയ്ത് അവർക്ക് ഒരു ദൈവവൈദ്യൻ മനസ്സരിഞ്ഞ് കുറച്ച് സ്ഥലം തരികയും ആ സ്ഥലത്ത് അവർക്ക് പാർക്കാനുള്ളതായ ഒരു നല്ല ഭവനം പണി കഴിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല, ആ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുമായി വന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ ഭവനത്തിൽ അവരെ പ്രവേശിപ്പിക്കുവാനിടയായി. അത് വലിയൊരു ചാരിതാർത്ഥ്യമായി തീർന്നു. അങ്ങനെ പല കാര്യങ്ങളും തൻ്റെ നന്മകൾ, കർത്താവ് തനിക്ക് ചെയ്ത നന്മകൾ അനേക സാധുക്കൾക്കും അശരണർക്കും സഹായമായി തീരുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷയിലും അധികമായി ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ വിവരണത്തിലേക്ക് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വാത്സല്യമായ, വളരെ സ്നേഹപൂർവമായ ഒരു പെരുമാറ്റം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി. ഈ കുടുംബത്തിൽ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ ആ സന്ദർഭങ്ങളിൽ ദൈവം അനുഗ്രഹിച്ച വിധങ്ങൾ, നന്മകൾ ചെയ്തൊക്കെയും ഇവിടെ പറയുവാനിടയായി. എന്നാൽ അത് മാത്രമല്ല, പല പരീക്ഷകളും, പല കഷ്ടങ്ങളും, പല ദുഃഖങ്ങളും ഈ ഭവനത്തിൽ കടന്നുപോയപ്പോഴും സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ ദൈവത്തിൻ്റെ കൃപയിൽ ഈ ശുശ്രൂഷയോട്, ഉപദേശത്തോടുള്ള ബന്ധത്തിൽ, താന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇന്ന് നിലനിർത്തിയിരിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മാത്രപ്പെടുത്തുകയും ചെയ്യാം. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ശലോമോൻ എഴുതിയ സദൃശവാക്യങ്ങൾ 31-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. താൻ ജീവിച്ചിരുന്ന കാലത്തും തന്റെ ദിവ്യ സ്വഭാവങ്ങൾ എല്ലാവർക്കും ഒരു പ്രശംസയായിരുന്നു. ഇന്ന് നമ്മെ വിട്ട് തന്റെ അവകാശത്തിൽ പ്രവേശിച്ചപ്പോഴും തന്റെ സ്വഭാവങ്ങളെയും തന്റെ നല്ല പ്രവൃത്തികളെയും എല്ലാം ഓർത്ത് പ്രശംസിപ്പാൻ ദൈവം നമുക്ക് അവസരം തരുന്നു. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ സൗമ്യതയും ശാന്തതയുമുള്ള മനസ്സ്, സാവധാനതയുള്ള മനസ്സ്, അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും. തൻ്റെ ജീവിതത്തിൽ അത് അനുഭവിപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. തൻ്റെ കഷ്ടങ്ങളുടെ മധ്യേ, പ്രയാസങ്ങളുടെ മധ്യേ പലപ്പോഴും ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും സുഖദുഃഖ അവസരങ്ങളിലൊക്കെയും ഞങ്ങൾക്ക് അത് പങ്കാളിത്തം വഹിപ്പാൻ ദൈവം അവസരം തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയോടെ ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ. കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ ഭവനത്തിൽ വെച്ച് പ്രിയ മാതാവിനെ ഞാൻ കണ്ടു. അന്ന് തനിക്ക് ക്ഷീണമൊക്കെ മാറി വളരെ ആശ്വാസമായിരിക്കുന്നെല്ലാം കേൾക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ അതിന്
ഒരു ചെറിയ പ്രയാസം മനുഷ്യനുണ്ടായെങ്കിലും തൻ്റെ ആയുഷ്കാലം പൂർത്തീകരിച്ച് തനിക്ക് ദൈവം വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് ചേരേണ്ട സമയമായപ്പോൾ ദൈവം തന്നെ വിളിച്ചു ചേർത്തു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ കടന്നുപോകുന്ന ബാധകൾ, കഷ്ടങ്ങളാലും വിവിധമായ ദുരിതങ്ങളാലും നിറഞ്ഞതാണെങ്കിലും ഒരു ഭാവി പ്രത്യാശ മുമ്പിലുണ്ട്. ആ പ്രത്യാശ മുമ്പിലുള്ളതുകൊണ്ട് നമ്മെ വിട്ടു പിരിഞ്ഞ ഈ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഇനി അധികമായി ഭാരപ്പെടുവാൻ, ദുഃഖിക്കുവാൻ നമ്മുടെ മുമ്പിലില്ല. ലക്ഷ്യം വെച്ച സ്ഥാനത്ത് താൻ എത്തിച്ചേർന്നു. ഭാഗ്യകരമായ പ്രത്യാശയോട് താൻ ആ ലക്ഷ്യത്തിലെത്തിയത് നമുക്കും ആ ഓട്ടമോടി ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ വീണ്ടും ദൈവങ്ങൾ സമർപ്പിച്ച് മുൻപോട്ട് പോകാം. പ്രിയ പിതാവിനെയും കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ, പ്രത്യാശയോടെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാണ്. മാതാവിൻ്റെ പേരുകൾ തന്നെ തൻ്റെ ജീവിതവും ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അവളുടെ ജീവിതത്തിലുള്ള ശാന്തതയും സൗമ്യതയും പ്രാർത്ഥനാനുഭവവും സ്നേഹവും കരുതലും ബഹുമാനവും ആദരവും ഒക്കെ ആ കുടുംബത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്, ഐശ്വര്യമാണ്. അവിടെ വളരെ വ്യക്തമായി പറയുന്നത്, സൺഡേ കൂടുന്ന ഒരു സ്ത്രീയോടുകൂടെ ഒരുമിച്ച് പാർക്കുന്നതിനേക്കാൾ മറ്റൊരിടം തേടി പോകുന്നതാണ് നല്ലത് എന്ന് വചനമായി. സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ഘടകമില്ലാത്ത, സൺഡേയില്ലാത്ത, സ്വസ്ഥതയിലുള്ള ഒരു ജീവിതം ചെയ്യുന്നവരായിരിക്കണം. ഇവിടെ യേശുവിന്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ചാൽ, ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ഒരു കുടുംബം, വിശുദ്ധന്മാരെ കണ്ട് മനസ്സിലാക്കിയ ഒരു കുടുംബം, ദൈവവേദിയെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ച ഒരു കുടുംബം, വേലയും വേലക്കാരെയും
ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കുടുംബം, സാധുക്കളോട് കരുണയുള്ള ഒരു കുടുംബം, സാധുക്കളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം, ദൈവവേദിക്ക് വേണ്ടി തുറന്ന് സഹായിക്കുന്ന ഒരു കുടുംബം. ഇങ്ങനെ നമ്മളിട്ട് പറഞ്ഞ അനവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതിലൊക്കെ ദൈവനാമം മഹത്വപ്പെടട്ടെ, ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. മാതാവിൻ്റെ മരണവാർത്ത പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്നായി പോയല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ പ്രിയപ്പെട്ട മകളെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സത്യം. തൻ്റെതായ പരമാർത്ഥ ഹൃദയവും നിഷ്കളങ്കമായ ഹൃദയവും നിർമ്മലമായിട്ടുള്ള ഹൃദയവും തൻ്റെ പ്രാർത്ഥന അനുഭവങ്ങളും തൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി ദൈവം ഭംഗിയായി ചെയ്തു എന്നുള്ളതാണ് തൻ്റെ സത്യം. ദൈവത്തിൻ്റെ സ്വന്തം അനവധി ഗുണങ്ങളുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു മാതാവിൻ്റെ ബോഡിയിലടിക്കാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ മാതാവിന് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നില്ല. അവരെ ഏത് നിലയിൽ ജീവിച്ചുവോ അതിന് ഏറ്റതായിരിക്കുന്ന അവകാശം പ്രാപിക്കാനായി കടന്നുപോയി. അവരെ ഇനി അവിടെ നിറക്കാനോ കയറ്റാനോ പ്രമോഷൻ കൊടുക്കാനോ നമുക്ക് ആർക്കും കഴിയില്ല. അതിന് വ്യക്തമായി പറയുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാകിലും തീയതാകിലും അതർക്കണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനമുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് വചനം വായിക്കുന്നു. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചാണ് ദൈവത്തിൽ നിന്ന് പ്രതിഫലം വാങ്ങുന്നത്. കർത്താവായ യേശു ക്രിസ്തു വരുന്ന ആ വേളയിൽ കൂലിയും പ്രതിഫലമായിട്ട് കർത്താവ് അത് അവരവരുടേതായ പ്രവൃത്തിക്കനുസരിച്ച് കൂലി ദൈവം കൊടുക്കുന്നു. അവരുടെ സ്വഭാവം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കുന്നു. അതിന് അർഹതയുള്ള അല്ലെങ്കിൽ പ്രാപിച്ചതായ ഒരു ശാന്ത അമ്മച്ചിയാണ് ഇവിടെ നമ്മെ കുറിച്ച് ദൈവത്തിന് ചേർക്കപ്പെടുന്നത്. ഒരു ശാന്തത എന്ന് പറയുമ്പോൾ ശാന്ത അനുഭവം ഏറ്റവും പ്രശംസനീയമായ ഒരു അനുഭവമാണ്. അതിന് വായിക്കുന്ന പോലെ ശാന്തത വന്നതുകൊണ്ട് അവർ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തി. ഓടങ്ങൾ, തിരമാലകൾ, കഷ്ടങ്ങൾ, പരിശോധനകൾ, പ്രതികൂലങ്ങൾ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നായ ആ കർഷകരിൽ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ധൈര്യം പ്രാപിച്ച് കർത്താവിനെ കൃതിയിൽ ആശ്രയിച്ച് ജീവിച്ചതായ ജീവിതം വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ദൈവം അവരെ മാനിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് ദൈവത്തിന് വായിക്കുന്നു. ക്രിസ്തുവിന്റെ ആ പരിപൂർണത ഓരോ ദൈവമക്കളും പ്രാപിക്കണം. രക്ഷയുടെ പ്രാപിച്ചവർ, ജലസ്നാനം സ്വീകരിച്ചവർ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതായ ദൈവമക്കൾ നിശ്ചയമായും പരിശുദ്ധ ജീവിതം ചെയ്തുകൊണ്ട് വേർപാട് പാലിച്ച് ഒരു നിർമ്മല ഹൃദയത്തോടുകൂടെ ജീവിതം ചെയ്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം അല്ലെങ്കിൽ ആ പരിപൂർണത നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നു, കുറ്റമില്ലായ്മയിൽ എന്റെ കയ്യിലെ കഴിവ് വായിക്കുന്നു. പീലാത്തോസ് പിന്നെ പുറത്തു വന്നു, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. പലവിധമായ
കോടതിയിൽ പല വ്യക്തികൾ യേശുവിനെ വിസ്തരിച്ചെങ്കിലും എല്ലാവരും പറഞ്ഞ ഒരേ ഒരു വാക്കാണ് കുറ്റമില്ലാത്ത ഒരു വ്യക്തി, പാപമില്ലാത്ത ഒരുവൻ, പാപം ചെയ്യാത്ത ഒരുവൻ, നിർബലനായ ഒരുവൻ, നിഷ്കളങ്കനായ ഒരുവൻ. അങ്ങനെയുള്ള കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നമുക്ക് പോയി ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറ്റമില്ലാത്ത ഒരു ഹൃദയം നമുക്ക് വേണം. നമ്മുടെ വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ കേവലം നിർമ്മല ഹൃദയത്തോട് ജീവിച്ചു എന്നുള്ളതിന് നിങ്ങളും സാക്ഷിയാണ്. കുറ്റമില്ലാത്ത ഒരു ജീവിതം, നിർമ്മലമായിട്ടുള്ള ഒരു ജീവിതം ചെയ്യുന്ന വ്യക്തികൾക്ക് ധൈര്യമായി പറയാൻ കഴിയും, ഞാൻ ഇന്ന് മരിച്ച എൻ്റെ യേശുവിനോട് കൂടെ ഇരിക്കും എന്നുള്ളത്. അതാണ് ദൈവമക്കളുടെ പ്രത്യാശ. ആ പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിർമ്മലമായ ഒരു ജീവിതം. 15-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു. 15-ന്റെ 5-ാം വാക്യം, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തവരുടെ വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകുകയില്ല. ഒരു നാളും കുലുങ്ങി പോകുകയില്ല. കുറ്റമില്ലാത്ത ഒരു ഹൃദയം, നിർമ്മലമായിട്ടുള്ള ഒരു ഹൃദയം ഉള്ള മനുഷ്യന് ഒരു നാളും കുലുങ്ങി പോകുകയില്ല. അവന് ദൈവം ഒരു മഹത്വരാജ്യം ഒരുക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അനുഭവം പറയുന്നത് കുറ്റമില്ലാത്ത നിർമ്മലമായ ഒരു ജീവിതം ചെയ്യണം. അതിനാണ് കൂട്ടായ്മയുടെ ബന്ധം, അതിനാണ് ഉപദേശം കൊടുക്കുന്നത്, അതിനാണ് ദൈവത്തിന്റെ ആലോചന നൽകുന്നത്. ആ ആലോചന പ്രകാരം തന്നെ ജീവിക്കാനായിട്ടുള്ള ഒരു സമർപ്പണം നമുക്ക് വേണം. അവിടെ ആ നിർമ്മലമായിട്ടുള്ള ഒരു ജീവിതം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി നിർമ്മലമായിട്ടുള്ള അനുഭവങ്ങളെ കണ്ടുകൊള്ളുവാനും യേശുവിനെ കടക്കുവാനും കഴിയും. ദൈവത്തിന്റെ സ്വസ്ഥം. ഒരു കുടുംബത്തിന്റെ ആ സ്വസ്ഥത എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒരു മദ്യപാനിയാണെങ്കിൽ ആ കുടുംബത്തിൽ വളരെ അസ്വസ്ഥതയായിരിക്കും. ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ഒരു കൊലപാതകനാണെങ്കിൽ, ഒരു അക്രമിയാണെങ്കിൽ, അല്ലെങ്കിൽ മോഷ്ടാവാണെങ്കിൽ ആ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നേരെ മറിച്ച് ആ കുടുംബത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ സമാധാനത്തെ സൂക്ഷിച്ച് ദൈവത്തിന് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം ഏറ്റവും മഹത്തമായിട്ടുള്ള ഒരു ജീവിതമാണ്. ദൈവത്തിന്റെ സ്വന്തം. അതാണ് പ്രാർത്ഥന അനുഭവം, അല്ലെങ്കിൽ പ്രോത്സാഹിക്കുന്ന അനുഭവം, ദൈവസഭയിൽ വിളകാൻ കരയുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവം പ്രതീക്ഷിക്കുകയാണ്. അതാണ് ദൈവീയമായിട്ടുള്ള അനുഭവത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങൾ. കുഞ്ഞുങ്ങളും ആ നിലയിൽ വളർന്നു വരികയാണ്. ദൈവത്തിന് സ്വാഗതം. ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, എല്ലാ ദൈവമക്കളോട് എല്ലാവരോടും പറയുന്നത്, ഏതെങ്കിലും ദൈവത്തിന് പ്രസാദമല്ലാത്ത, ദൈവഹിതമല്ലാത്ത സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതിനെ ക്രമീകരിച്ച്, ശുദ്ധീകരിച്ച്, നിർമ്മലീകരിച്ച് ദൈവത്തോട് അടുക്കേണ്ട ഒരു അന്ത്യകാലത്തിലേക്ക് വന്നിരിക്കുന്നു. മരിച്ച ഈ സാന്തമാമയ്ക്ക് വേണ്ടി നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നില്ല. ജീവനോടിരിക്കുന്ന നമുക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷയും സാക്ഷ്യങ്ങളും ഒക്കെ പറയുന്നത്. ഈ അമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇനി എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം പറഞ്ഞാലും ശരി, പ്രയോജനമേ ഉണ്ടാവുന്നില്ല. ചിലരെല്ലാം ചിന്തിക്കും പഠിച്ചിരിക്കും എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ കർമ്മങ്ങളോ, അല്ലെങ്കിൽ ശേഷക്രിയകളോ, അല്ലെങ്കിൽ പ്രാർത്ഥന അനുഭവങ്ങളോ ഒക്കെ നടത്തുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ആത്മശാന്തി ലഭിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് വചനം പറയുന്നത്. അങ്ങനെയല്ല, ദുഷ്ടന്മാർക്കും ദൈവത്തെ മറക്കുന്ന സകല പാപികൾക്കുള്ള ഓഹരി തീയും ഗന്ധം വെക്കുന്ന പൊയ്യത്രേ. അതുകൊണ്ട് പാപികളായി അല്ലെങ്കിൽ ദോഷികളായി
ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികളിൽ ശരിയായ ഒരു മാനസാന്തരാനുഭവം ഉണ്ടായി കർത്താവിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ കർത്താവിന്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ. അതിനാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷമെങ്കിലും മാതൃക മാനസാന്തരം, ജലസ്നാനം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധ ജീവിതം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാത്ത് പരിപാലിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. കർത്താവായ യേശുവിനെ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധനും നീതിമാനായ കർത്താവ് എന്ന് പറയുന്നു. ആ യേശുവിനോട് കൂടി ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ന്യൂനതകൾ കുറവുകളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പരിശുദ്ധമായ ഒരു ജീവിതത്തിനായിട്ട് പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ജീവിച്ച് അവസാനിക്കുന്ന വ്യക്തി മരിച്ചുപോയാൽ അവന്റെ ആത്മാവ് നിത്യതയിൽ പ്രവേശിക്കും. ദൈവത്തിൽ സ്വന്തം വന്നിരിക്കുന്ന എല്ലാവരെയും അതിനായിട്ട് ദൈവം ഒരുക്കട്ടെ. ദൈവത്തിന് സ്വന്തം കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ മറ്റൊരു അനുഭവം ഞാൻ ചുരുക്കമായി പറഞ്ഞു വിടുകയാണ്. എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കഷ്ടാനുഭവങ്ങളുടെ തികവ് എന്ന് കാണുന്നു. ജീവിതത്തിൽ ദൈവങ്ങൾക്ക് കഷ്ടതയുണ്ട്, അതിലൂടെ നാം തികവ് പ്രാപിക്കണം. സകലത്തിനും ലോകം സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവരാക്കുന്നത് യുക്തം ആയിരുന്നു. രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പോൾ കഷ്ടങ്ങളിൽ നിന്നുള്ള തികവ് പ്രാപിക്കണം. യേശു ശിഷ്യന്മാർ പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാനും ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് കഷ്ടത ഉണ്ട് എന്നാണ്. അപ്പോൾ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ കഷ്ടത ഉണ്ട്. കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്ന അറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നാനാവിധമായിരിക്കുന്ന കഷ്ടതയിൽ കൂടെ ശിഷ്യന്മാരെ കടന്നു പോകേണ്ടി വന്നു. അവിടൊക്കെ ജയിപ്പാനുള്ള കൃപ ദൈവം നൽകി. ദൈവമക്കളെ, നിശ്ചയമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടതയിൽ തെളിവ് പ്രാപിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അപ്പോൾ കഷ്ടതയിലൂടെ പൂർണ്ണതയുണ്ട്, കഷ്ടതയിലൂടെ തികവുണ്ട്. ആ കഷ്ടതയിൽ കൂടെ നമ്മുടെ വിശുദ്ധീകരണം പ്രാപിക്കണം, തികവ് പ്രാപിക്കണം. 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ നിശ്ചയമായും കഷ്ടതയിൽ കൂടെ വിശുദ്ധി പ്രാപിപ്പാൻ കഴിയുമെന്ന് വായിക്കുന്നു. നാമോ അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നു. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നിശ്ചയമായി ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. വിശുദ്ധി പ്രാപിക്കണം. അതിന് കഷ്ടതയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമ്മെ ദൈവം തള്ളിക്കളയുന്ന അനുഭവമല്ല. അതിൽ കൂടെ ശോധന കഴിക്കുവാൻ, കുറവുകൾ കണ്ടുവരുവാൻ, ശുദ്ധീകരിക്കപ്പെടുവാൻ, കണികൾ പ്രാപിപ്പാൻ, ആരുടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അത് ക്രമീകരിക്കുവാൻ, ആരുടെങ്കിലും ക്ഷമിവയ്പാനുണ്ടെങ്കിൽ ക്രമീകരിക്കാൻ കഴിയും. ആരുടെങ്കിലും വല്ല ഏറ്റുപറയാനുണ്ടെങ്കിൽ അത് ഏറ്റുപറയാൻ കഴിയും. എന്തെങ്കിലും ദൈവമാരുടെ ബന്ധത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടുതരുവാൻ കഴിയും. അതിനാണ് പലവിധമായിരിക്കുന്ന ശോധനയിൽ കൂടെ, കഷ്ടങ്ങളിൽ കൂടെ ദൈവമക്കളെ കടത്തിവിടുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ അതിന് പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ, തികവ് പ്രാപിക്കണമെങ്കിൽ കഷ്ടങ്ങളുടെ വഴിയിലൂടെ തന്നെ ദൈവമക്കൾ കടന്നു പോകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാൻ 14:19. ഇരമ്യാ 14:19 വാക്യത്തില് ഒരു കഷ്ടതയുടെ പരിപൂർണതയെ കുറിച്ച് അവിടെ കാണാൻ കഴിയും.
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടതയുടെ പരിപൂർണത പ്രാപിക്കണം. എല്ലാ വാക്യമെടുക്കാൻ ഇപ്പോഴും സമയം പോരാ. നമ്മുടെ ജീവിതത്തിലെ ദൈവമക്കളെ ഓരോമാനിക്കുന്ന കഷ്ടതയിൽ കൂടെ കടന്നു. ചിലപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് രോഗം മാത്രമല്ല, ചിലപ്പോൾ മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകള്, എന്താണ് പ്രയാസങ്ങള്, നിന്ദകള്, ആക്ഷേപങ്ങള്, പരിഹാസങ്ങള്, മാന അപമാനങ്ങള്, ദുഷ്കീർത്തി സൽകീർത്തികള് ഒക്കെയും അനുഭവിക്കേണ്ടി വന്നേക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമനിമിത്തമായി ഇതൊക്കെയും സാധനങ്ങളായി നിന്നെങ്കിൽ അതിലൂടെ പരിപൂർണമായി പാൻ കഴിയും. പ്രതികാരത്തിന്റെ ആത്മാവ് നമുക്കില്ല, കോപത്തിന്റെ ആത്മാവ് നമുക്കില്ല, സാക്ഷ്യത്തിന്റെ ആത്മാവ് നമുക്കില്ല. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്തുവിന്റെ ആത്മീയ സ്വഭാവം, സൗമ്യതയുടെ സ്വഭാവം, ശാന്തതയുടെ സ്വഭാവം, സ്നേഹത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് ദൈവമക്കളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ അവർ ഇപ്രകാരം പറയുന്നതായി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പരിപൂർണത, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കണം, അനുസരണത്തിൽ പൂർണ്ണ പ്രാപിക്കണം, കഷ്ടതയിൽ പൂർണ്ണ പ്രാപിക്കണം, ദൈവിക പ്രകാരം ഒക്കെയും നമ്മൾ പൂർണ്ണ പ്രാപിക്കണം. ദൈവേഷ്ടത്തിനൊക്കെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം, പരിപൂർണ്ണ പ്രാപിക്കണം. വിശ്വാസത്തിന്റെ പൂർണ്ണത, സ്നേഹത്തിന്റെ പൂർണ്ണത, ദൈവത്തിന്റെ സ്തോത്രം, വിശുദ്ധിയുടെ പൂർണ്ണത, ദൈവമക്കളെ കഷ്ടതയുടെ പരിപൂർണത നാം പ്രാപിക്കണം. ഇങ്ങനെ പരിപൂർണത പ്രാപിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ, തികവ് പ്രാപിച്ച ദൈവമക്കൾ, ആ തികവിലേക്ക് നയിക്കുന്ന നായകൻ നഷ്ടപ്പെടുന്ന ദൈവമക്കൾ, യേശുവിന് പോകുമ്പോൾ നമുക്ക് പറന്ന് ഉയരുവാൻ കഴിയും. കാരണശബ്ദം കേൾക്കുമ്പോൾ പറന്ന് ഉയരണം. കാരണശബ്ദം കേൾക്കുമ്പോൾ രൂപാന്തരം പ്രാപിക്കണം. ഞങ്ങൾ സ്വന്തം പ്രാർത്ഥന, വെളുപ്പിലെ സ്വന്തം പ്രാർത്ഥനയ്ക്ക് ശേഷം പാടുന്ന എല്ലാ ദിവസവും പാടുന്ന പാട്ടുണ്ട്. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ അങ്ങ് ചെന്നു കാണുവാനും കേൾക്കാറായി നാം പോകാറായി പ്രാർത്ഥന കേട്ട് പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ അങ്ങ് ചെന്നു കാണുവാനും എല്ലാ ദിവസവും ഞങ്ങളെ ഒടുവിലായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും വായിച്ച് ഈ കോറസ് കാണും. ഇന്ന് പൗർക്കാലം ഈ രാവിലെ ഈ വെളുപ്പിന്റെ സമയത്ത് കർത്താവിന്റെ കാരണ ശബ്ദം കേട്ടാൽ യുവാന്തരം പ്രാപിക്കും. അത് നമ്മുടെ പ്രത്യാശയെ പുതുക്കിക്കൊണ്ടിരിക്കണം, നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം, നമ്മുടെ പ്രത്യാശയിൽ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കണം, പുതുപ്പിച്ചുകൊണ്ടിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാളോറും കർത്താവിലേക്ക് അടുക്കുന്ന അനുഭവം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ നമുക്ക് ചെയ്യാം, കർത്താവിന്റെ അധിക സ്വഭാവത്തിൽ വളരാം. അനുസരണത്തിന്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തു എല്ലാറ്റിലും അനുസരണം പഠിച്ച് തികഞ്ഞതായിരുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും അനുസരണം പഠിച്ച് തികഞ്ഞതായി മാറാം. ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തെ അതുപടി അനുസരിക്കാം. കർത്താവ് തന്നിരിക്കുന്ന ഉപദേശത്തെ അതുപോലെ പാലിക്കാം. ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് വളരാം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരിക്കുമ്പോൾ കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ പാർത്തു. എന്റെ വേണ്ടി ആ കൃപയിൽ വളരുവാൻ വേണ്ടി ഞാനും നിങ്ങളും ആ കൃപയിൽ വളരാം, കൃപയിൽ സൂക്ഷിക്കപ്പെടാം, കൃപയിൽ നമുക്ക് പ്രത്യാശ പുതുക്കാം, കൃപയിൽ നമുക്ക് വളർച്ച പ്രാപിക്കാം. ആ വളർച്ച പ്രാപിക്കുന്ന ദൈവമക്കൾക്ക്, പരിപൂർണ്ണ പ്രാപിക്കുന്ന ദൈവമക്കളെ ചേർപ്പാൻ യേശു വേഗത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. അതിനാൽ നമുക്ക് ദൈവത്തിന്റെ കൃപയെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. ഇവിടെ പ്രത്യാശയുടെ രഹസ്യം ചേർക്കപ്പെട്ട അവരുടെ മുമ്പിൽ നിന്ന് ആരും അട്ടഹസിക്കുന്നില്ല, നിലവിളിക്കുന്നില്ല, ആരും ബഹളമുണ്ടാക്കുന്നില്ല. എന്തുകൊണ്ട്? അവരെ പ്രത്യാശയോടെ ജീവിച്ചു പോകുന്ന സ്ഥലത്ത് പോയി കഴിയും. ഞാൻ നോക്കിയാണ്, ഞാൻ എറണാകുളത്ത് കർത്താവിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ഹിന്ദി ഒരു കുടുംബം, അദ്ദേഹത്തിന്റെ ആ അമ്മയുടെ ഭർത്താവ് അവിടുത്തെ ഓയിൽ കമ്പനിയുടെ എഞ്ചിനീയറാണ്. അപ്പോൾ ആ ദിവസം അമ്മയും ആ പിതാവും മാതാവും സഹായിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റിൽ ഒരു ലെറ്റർ, ഒരു കുറിപ്പ്, ഇന്ന് എനിക്ക് സാക്ഷ്യമായി. ആ കുറിപ്പ് ഞാൻ വായിച്ചിട്ട് ലാസ്റ്റിൽ അവർക്ക് സാക്ഷ്യമുണ്ട്.
ഞാൻ പറയുന്നത് മൈക്കെടുത്ത് സാക്ഷി പറഞ്ഞു. അതിന് സാക്ഷി പറയുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പാട്ട് പാടി, ഈ മലയാളത്തിൽ പാട്ട് പാടി. ഒരു പുതിയ സംഗീ പുതിയ കൃപയെന്നുള്ള പാട്ട് പാടിയിട്ട് മൈക്കിൽ തിപ്പകാരൻ പറഞ്ഞു, യഹോവ ശക്തിമാൻ. അവൾ പഠിച്ചിട്ടുള്ളത് തമിഴ്, ഹിന്ദിയിൽ നിന്ന് മലയാളത്തിൽ പറഞ്ഞു, യഹോവ ശക്തിമാൻ. അവര് ഫോൺ റിസീവർ സ്റ്റൂഡിയോട്ട് വെച്ചു. അവൾ വീണ്ടും ദൈവത്തിൽ ചേർത്തിട്ടുണ്ട്. ഞാൻ നോക്കി, ആ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി, ഒരു തുള്ളി കണ്ണീർ പോലും വന്നില്ല. കണ്ണിൽ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖമില്ലേ? ഈ അമ്മ മരിച്ചിട്ട് ഞാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അവിടെ എപ്പോഴും പറയുന്ന വാക്കാണ്, ഞാൻ റെഡി, ഞാൻ റെഡി. നിങ്ങൾ പോകാൻ ഒരുക്കമാണോ? ഞാൻ റെഡിയാണ്. അവിടെ ഇരിക്കുന്ന വീട് ഏറ്റവും മനോഹരമായിരിക്കും. ഒരു ചോറ് താഴെ വീണായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത്രത്തോളത്തോളത്തോളത്തോളം മിറ്റത്തിൽ അഴിക്കില്ല, അല്ലെങ്കിൽ റൂമിനകത്തൊന്നും അഴിക്കില്ല. എല്ലാ സ്ഥലവും നല്ല ക്ലിയറാക്കി വെക്കും. അപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് ചോദിച്ചു, എന്തോ നീ എപ്പോഴും തുളച്ചിരിക്കുന്നത്? അവിടെ അമ്മ പറഞ്ഞിങ്ങനെയാണ്, നമ്മുടെ പാളയത്തിന്റെ നടുക്ക്, നമ്മുടെ പാളയത്തിന് നമ്മുടെ പ്രിയൻ വരും. ആ പരിശുദ്ധന്റെ കാല് നമ്മുടെ വീട്ടിൽ കൊത്തണം, ചവിട്ടണമെങ്കിൽ വരണമെങ്കിൽ അശുദ്ധി കാണാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും വീട് ശുദ്ധമായിരിക്കണം. അതുപോലെയായിരുന്നു എൻ്റെ ഭാര്യയുടെ ജീവിതം ശുദ്ധമായിരുന്നു. പുറമേയും ശുദ്ധമായിരുന്നു, അകത്തും ശുദ്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ കരയേണ്ട ആവശ്യമില്ല. അവൾ റെഡിയായി ഔട്ട്ബോർഡ് സ്ഥലത്ത് പോയി കഴിഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും റെഡിയായിരിക്കാം. ഏത് സമയത്തും നമ്മളെ കർത്താവ് വിളിക്കാം. ഏത് സമയത്തും നമ്മളെ കർത്താവ് നമ്മെ വിളിക്കാം. നമുക്ക് എപ്പോഴും മരണം സംഭവിക്കാം. സമയത്തും അസമയത്തും നമുക്ക് ഒരുക്കത്തോടെ കാത്തിരിക്കാം. നമുക്ക് പറയാം, ആമേ കർത്താവേ വേഗം വരണമേ, ആമേ കർത്താവായ യേശുവേ വേഗം വരണമേ. ആർക്ക് വേണ്ടി? പ്രത്യാശയോടെ അവനോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി യേശു വേഗം ഞാൻ പോവുകയാണ്. അവനോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ചേർക്കാൻ യേശു വേഗം വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നിത്യജാനിത്യ കാണപ്പെടുവാനായിട്ട് നമുക്ക് വരിക. ഈ അമ്മച്ചിയുടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയല്ല. പോകുന്ന വഴിക്ക് നിന്റെ മരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിന്റെ മരമാണെങ്കിൽ എടുക്കപ്പെടുവാനുള്ള യോഗ്യത സമ്പാദിക്കപ്പെടുന്നു പോകണം. ഇന്ന് ഈ സമയത്ത് കർത്താവിന്റെ മരണം നമ്മുടെ മരണമാണെങ്കിൽ പ്രത്യാശയോടുകൂടെ പോകാം. ദൈവത്തിന് സ്തോത്രം. അവസാന ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ദൈവമക്കളെ പാട്ട് പാടി നമുക്ക് ദൈവത്തിന് ചേർക്കപ്പെടാം. ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന് ചേർക്കപ്പെടാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ കൊട്ടാരക്കരയിൽ ഇരിക്കുന്ന സമയത്ത് കൊച്ചുസാർ എന്ന് പറയുന്ന ഒരു പാസ്റ്ററായിരുന്നു. തന്നെ എല്ലാവരും കൊച്ചുസാർ ടീച്ചറായിരുന്നു. അദ്ദേഹം പ്രിയപ്പുള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ശുശ്രൂഷിച്ചത് പുത്തൂർ സഭയിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞു, കർത്താവ് എന്നോട് പറഞ്ഞു, നാളെ 12 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ എല്ലാം ക്രമീകരിച്ചു, എല്ലാം ഒരുക്കി, എല്ലാ ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ചെയ്തിട്ട് കയ്യിലിടുന്ന കാശത്തെയും ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർ കൊടുക്കേണ്ടടുത്തൊക്കെ കൊടുത്ത് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പ്രിയ മക്കളെ, അത് തന്നെ 12 മണിക്ക് മുമ്പായിട്ട് താൻ തന്നെ കുടിച്ച് ശുദ്ധമായി വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ അരി സാധനങ്ങളൊക്കെ കൂടിയോട് വാങ്ങിയിട്ട് വെച്ചു. തന്നോട് പറഞ്ഞൊരു പെട്ടി കൂടെ വാങ്ങി വെക്കാൻ ഉദാഹരണം മതിയാൻ ചെയ്തില്ല. മറ്റു കഴിഞ്ഞ ശേഷം പറ്റി വാങ്ങി ക്രമീകരിച്ചേക്കാം. ബാക്കി 3 കാര്യങ്ങളും ചെയ്തു. കുളിച്ച് ശുദ്ധമായി നയിച്ച് കട്ടിലേക്ക് വന്നു. എല്ലാവരും പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് പാടി നീക്കടിയാൻ എല്ലാവരും ആത്മാവ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 12 നോക്കടിച്ചു. അപ്പോൾ ദൈവത്തിലേക്ക് തന്നെ ചേർക്കണം. പ്രിയപ്പെടുന്ന സംഭവമാണ് കൊട്ടാരക്കര സ്ഥലങ്ങളിലൊക്കെ ഒരു ഭക്തന്റെ മരണങ്ങൾ ക്രമീകരിക്കുന്ന പ്രിയ മക്കളെ. നമുക്ക് ചെയ്യാം. ഏത് സമയത്തും കർത്താവ് വിളിച്ചാൽ പോകണം. അതിനുള്ള ഒരുക്കം നമുക്ക് വേണം. ഒരുക്കത്തോടെ കാത്തിരിക്കാം, അവരോട് കാത്തിരിക്കാം, പ്രത്യാശയോട് കാത്തിരിക്കാം, ജയത്തോട് കാത്തിരിക്കാം, അഭിഷേകത്തോട് കാത്തിരിക്കാം, ആത്മനിർഭര ശക്തിയോട് കാത്തിരിക്കാം. ദൈവമക്കളാൽ അവസാന ഘട്ടത്തിൽ നമുക്ക് നിരാശയോട് മരിക്കുകയല്ല, പ്രത്യാശയോടുകൂടെ കർത്താവിന്റെ മുഖത്തെ കണ്ടുകൊണ്ട്
നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പാട്ടുപാടി കർത്താവിനെ ആരാധി സന്തോഷിച്ച് നമുക്ക് ദൈവത്തിനെ ചേർക്കപ്പെടാം. ദൈവത്തിൽ സ്വന്തം ഭക്തന്മാരുടെ മരണങ്ങളൊക്കെ അങ്ങനെയാണ്. ഇവിടെ മെസ്സേജ് പഠിക്കുമ്പോൾ വായിച്ച് പെട്ടെന്നൊരു പാട്ടിന്റെ കൃപയിൽ തലവായി കൊടുത്തു. ഈ പാട്ട് പാടാനായിട്ട് ആ പാട്ടങ്ങൾ പാടി കഴിഞ്ഞ് ദൈവത്തിനെ ചേർക്കപ്പെട്ടു. ദൈവമക്കളെ എത്ര മനോഹരമായിട്ടുള്ള അനുഭവമാണ്. നമുക്കറിയാവുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. വിലകളുടെ കർത്താവിനായ ഒരു മേൽക്കുട്ടി പറയുന്നതായ ഒരു സഹോദരി ആ ഗാന്ധിയുടെ അസിസ്റ്റന്റായിരുന്നു. അവിടെ അന്ത്യസമയത്ത് അവസാന സമയത്ത് അവരട്ടഹസിച്ചാണ് ചിരിച്ചു, ഭയങ്കര ചിരി. കൂടെ ശുശ്രൂഷിച്ച സഹോദരിമാർ ചോദിച്ചു, എന്താ പറ്റി അവർ ചിരിക്കുന്നത്? നിങ്ങൾ കാണുന്നില്ലേ? എന്നെ കൊണ്ടുപോകാനായി തേജസ്വരി ഒരു തേര് വരുന്നു. അവിടെ ദൂതന്മാരുണ്ട്. എനിക്ക് മനോഹരമായ ഒരു സാധനത്തെ ഒരുക്കി ഞാൻ അവിടേക്ക് പോകാൻ പോവുകയാണ്. ചിരിച്ച് സന്തോഷത്തോടുകൂടെ എൻ്റെ ആത്മാവിൽ നിറയുമ്പോൾ ദൈവസേനയ്ക്ക് ചേർക്കപ്പെട്ടു. അതാണ് ഒരു ഭക്തന്റെ ഫലം. നമുക്ക് അങ്ങനെ മരിക്കാം, അങ്ങനെ പ്രത്യാശയിൽ കാത്തിരിക്കാം, ദൈവസ്നേഹത്താൽ നിറഞ്ഞ് കാത്തിരിക്കാം, അഭിഷേകത്തോട് കാത്തിരിക്കാം. അന്യമായി സംസാരിച്ച് നമുക്ക് ദൈവത്തിന് ചേർക്കാം, പാട്ടുപാടി നമുക്ക് ദൈവത്തിന് കേൾക്കപ്പെടാം. കർത്താവിനെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. നമുക്ക് പറയാം, ആദ്യ കർത്താവായ യേശുവേ വേഗം വരണമേ. നമുക്ക് വിനാശ്രയിച്ച് ജീവിക്കാം. യേശുവിനായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുന്നതാണ്. പ്രത്യാശയോടെ ലോകം വിട്ടകലെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തുനിൽക്കുന്നു. പ്രത്യാശയോടെ ലോകം വിട്ടകലെ നടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തുനിൽക്കുന്നു. ഓടിത്തിരിക്കുവാൻ കൊടുക്കുന്ന ഏറിപ്പാറ്റത്തിനായി സൂക്ഷിക്കുന്നതിനും മാനിക്കുന്നതിനായി ഒരുക്കേണ്ടതിനായി സ്നേഹപിതാവേ, ഈ മത്സരമാതാവിനെ ആരംഭിച്ച് പൂർത്തീകരിച്ചതായ സംപ്രവൃത്തിക്കാരെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. പിടിച്ചത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായവരെ കൂടിയിരുന്ന ദാസിക്കാവിലേക്ക് സ്തുതിഭവനത്തിലേക്ക് അവകാശത്തിലേക്ക് പ്രവേശിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദാസിമൂലമായി ദൈവത്തിൽ സഭയ്ക്കും അനേക എളിയവരും ഒക്കെ ലഭിച്ച എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൈയുടെ പ്രവർത്തന ഫലം അവർക്ക് കൊടുക്കുന്നതായി എഴുത്തുപോലെ തന്റെ പ്രവൃത്തിയുടെ ഫലം നന്മ പ്രതിഫലം അനുഭവിക്കാനായി ൊന്നിരിക്കുന്നു. കർത്താവേ, ഈ ജീവിതത്തിൽ ക്രിസ്ത്യൻ ജീവിതത്തിൽ പരീക്ഷ ശോധനകളിൽ തളർന്നു പോകാതെ, വാടിപ്പോകാതെ, പിന്മാറിപ്പോകാതെ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ പറ്റിയിരിക്കാൻ ദൈവം കൊടുത്തതിനായി സ്തോത്രം. മാത്രമല്ല ദാസനും മക്കൾക്കും എല്ലാവരും കൊടുത്തതിനായി സ്തോത്രം. ഈ ഇടയ്ക്ക് സൂക്ഷിക്കുന്ന ഓരോരുത്തരും കേട്ടതായി തിരുവഴുത്ത് പോലെ പ്രത്യാശയിൽ നിൽക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഇഷ്ടം പൂർണ്ണമായും ചെയ്ത് എല്ലാവരും സഹായിക്കണമേ. കുറ്റമില്ലാത്ത യേശുവിനുമാതിയായി തീരുവാൻ ഞങ്ങൾ കുറ്റമില്ലാത്തവരായി
നിഷ്കളങ്കരായി തീരേണ്ടതുണ്ടല്ലോ, ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ടല്ലോ, പൂർണ്ണപ്പെടേണ്ടതുണ്ടല്ലോ. ഞങ്ങളുടെ പൂർണ്ണതയ്ക്കായി കഷ്ടങ്ങൾ അനുവദിക്കുമ്പോൾ പൂർവ്വക്കാതെ സഹിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമെന്താണെന്ന് ചോദിച്ച് ജീവിതത്തിൽ പൂർത്തീകരിച്ച് ഞങ്ങളെ സ്ഥാപിപ്പാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കും, ധൈര്യപ്പെടുത്തും. മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കെല്ലാം നല്ല മാതാവായി ഞങ്ങൾ വഴി നടത്തണമേ. ഈ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി ശുശ്രൂഷകർക്കായി സ്തോത്രം. പ്രത്യേകിച്ച് അവിടുത്തെ ധ്യാനിച്ചു തന്ന ഒക്കെയുള്ളതായ ആശ്വാസം നൽകിയല്ലോ, അത് ഉൾക്കൊണ്ട് അത്തോളം ജീവിക്കാൻ സഹായിക്കണമേ. ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഈ പ്രകാരം ജീവിച്ച് ഞങ്ങളെ ഓടി തികച്ച് നിത്യത്തിലേക്കുമായിരിക്കാൻ ഞങ്ങൾ വിശുദ്ധന്മാരോടെ നിത്യത്തിൽ വീണ്ടെടുക്കുന്ന കാലമായിരിക്കാൻ യോഗരാജ്ഞർക്കും വരവിലാക്കും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന സ്വീകരിക്കാം. നമ്മുടെ കർത്താവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സരക്ഷിതന്മാരും നമ്മുടെ എല്ലാവരും വേർപാടുന്ന ദുഃഖത്തിലായിരിക്കപ്പെട്ട കുഞ്ഞുങ്ങളോടും ഇന്ന് നീക്ക് കർത്താവിന്റെ വരവിലേക്കുവാനാണ്. യേശു മഹാരാജ സന്നിധിയിൽ ആനന്ദമുണ്ടെനിക്കേശു മഹാരാജ സന്നിധിയിൽ. എനിക്കൊരു ശാശ്വതമല്ലെന്നൻ സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വർലോകനാട്ടുകാർക്ക് ക്ഷീതിയിൽ പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ, നീ എൻ്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ലേശമില്ല. വിശ്വാസക്കപ്പലിൽ സ്വർപ്പൂരം ചേരുവാൻ ചുക്കാൻ പിടിക്കണേ പൊന്നുനാഥ. എന്നാത്മാവേ, നിന്നിൽ ചാഞ്ചല്യമെന്തിഹേ ബാഖായിൻ താഴ്വരയത്രേത്. സിയോൻ പുരി തന്നിൽ വേഗം നമുക്കെത്തിയിട്ടാനന്ദ കണ്ണുനീർ വീഴ്ത്തിയിടാമേ. കൂടാരവാസികളാകും നമുക്കിങ്ങ് വീടം
നാടെന്നോ ചൊൽവാനെന്ത് കൈകളാൽ തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വച്ചിട്ടുണ്ട്. ഭാരം പ്രയാസങ്ങളേറും വനദേശത്താകൂലം ആത്മാവിൽ വന്നിടുകിൽ പാരം കരുണയുള്ളീശൻ നമുക്കായിട്ടേറ്റം കൃപ നൽകി പാലിച്ചിടും. കർത്താവേ നീ വേഗം വന്നിടണേ, ഞങ്ങൾ കോർത്താലിക്ഷോണിയിൽ മഹാദുഃഖം. എത്രത്തോളം മാനിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെല്ലാം ഭവനത്തിലും ആരാധനാ ഹാളിലും കണ്ടുവരികയും മതസാന്നിധ്യത്തോട് വിശന്മാരുടെ ശുശ്രൂഷയെല്ലാം നിർവഹിച്ച് ശുശ്രൂഷകളിലെല്ലാം ദൈവകൃപ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർത്തതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ നൽകിയതിനാൽ സ്തോത്രം ചെയ്യാം. അവസരം വേണ്ട വിധം ലഭിച്ചില്ല എന്നറിയുന്നു. തുടർന്ന് അടുത്ത ആഴ്ചയിൽ ആരാധനയിൽ അറിയിക്കാവുന്നതാകുന്നു. മറ്റും അവരവരാരാധിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിച്ച് എത്രത്തോളം സ്വർഗീയ പ്രത്യാശയാൽ നിറച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. അല്പ നേരെ സെമിത്തേരിയിലെ ശുശ്രൂഷയിലും ദൈവസാന്നിധ്യം കൃപ കൂടിയിരിക്കണം, ലഭിച്ച് നിത്യതയിൽ കാണപ്പെടുവാൻ ഇടയായി തീരാനായി സ്തോത്രം ചെയ്യാം. എൻ്റെ ദാസിനെയും മക്കൾ സ്ഥാനാങ്കണത്തിലുള്ള ഏവരെയും നിത്യാശ്വാസങ്ങളുടെ ഉറവയായ കർത്താവ് ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി സ്വർഗീയ പ്രത്യാശയാൽ നിറയ്ക്കുമാറാകണനായി സ്തോത്രം ചെയ്യാം. കർത്താവേ സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവരുടെ ശുശ്രൂഷ നൽകി തന്നതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ട എൻ്റെ മകളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത എല്ലാ നന്മയ്ക്കായി സ്തോത്രം. ജനനം മുതലേ കർത്താവ് നല്ലവനായി കൂടെയിരുന്നു. ബാല്യകാലത്തും യൗവനകാലത്തും കുടുംബജീവിതത്തിലും എല്ലാം കർത്താവ് വിശ്വസ്തനായി കൂടെ നടത്തിയതിനായി സ്തോത്രം. എല്ലാവരെയായി രക്ഷിക്കപ്പെടുവാൻ, സ്നാനമെടുപ്പാൻ, അഭിഷേകം പ്രാപിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് വരമേൽപ്പിച്ച സത്യത്തിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി പോരാടി നിലകൊള്ളുവാൻ നിൽക്കണം. ദൈവത്തിൻ്റെ കൃപ തൻ്റെ മകൾക്ക് അവിടുന്ന് നൽകിയതിനായി സ്തോത്രം സ്തോത്രം. ജീവിതത്തിൽ പല കഷ്ടങ്ങളും പ്രയാസങ്ങളും പോരാട്ടങ്ങളെല്ലാം വന്നെങ്കിലും ആ സ്ഥാനത്തെല്ലാം കർത്താവേ അനുഗ്രഹമായൊരു ജീവിതം നയിപ്പാൻ, മാതൃകാപരമായൊരു ജീവിതം നയിപ്പാൻ, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടൊരു ജീവിതം നയിപ്പാൻ എല്ലാറ്റും ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ അടക്കാരാധന ശുശ്രൂഷ എല്ലാം ദൈവോടുന്ന് ഭാരമെടുത്തതിനായി സ്തോത്രം. നല്ല സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ സഹായിച്ചതിനായി സ്തോത്രം. കർത്താവെ ഇപ്പോൾ കർത്താവെ സെമിത്തേരിയിൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളും കർത്താവ് തന്നെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നേ. കർത്താവെ ദുഃഖത്തിലായിരിക്കുന്ന കർത്താവെ എൻ്റെ മക്കളെ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നേ. കർത്താവെ അടിയങ്ങൾക്കെല്ലാവരും കടന്നു പോക്കുള്ളത് കൊണ്ട്
ഞങ്ങളും കേൾക്കുന്നതായ ഉപദേശപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിപ്പാൻ കൂടപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കോടുന്ന് സഹായിക്കണമേ. എൻ്റെ മകൾ കാണിച്ച നല്ല മാതൃകയെ പിന്തുടരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷയും കർത്താവ് തന്നെ നടത്തുവാനായി എൻ്റെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തും. അവിടുത്തെ വരവിനായി തൻ്റെ മക്കളെ അടിയങ്ങളെ എല്ലാവരെയും ഇവിടുന്ന് ഒരുക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. 15-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം മുതൽ, പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏത് വിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയും ഇല്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രിയ പദമയെ കുറിച്ച് അനേകർക്കും ഇനിയും സാക്ഷ്യം പറയാനുണ്ട്. എങ്കിലും സമയം കുറിക്കപ്പെട്ട അതേ സമയത്തിനുള്ളിൽ ശുശ്രൂഷകൾ നിർവഹിക്കേണ്ടി വന്നതിനാൽ അത് സാധിക്കുന്നില്ല. എനിക്കും ആ പ്രിയമാതാവിനെ കുറിച്ച് ചില കാര്യങ്ങളിൽ എങ്കിലും ഓർപ്പിക്കുവാനുണ്ട്. അതുപോലെ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്നേഹത്തോടും സമയതയോടും ശാന്തതയോടും ഇടപെടുവാൻ, സ്നേഹിപ്പാൻ, സൽക്കരിപ്പാൻ, ശുശ്രൂഷിപ്പാൻ എല്ലാം ദൈവം ഇടയാക്കി തീർത്ത ആ ദൈവകൃപയെ ഞാനും ഓർക്കുകയാകുന്നു. എനിക്ക് ഞാൻ ചെന്നപ്പോൾ ഭവനത്തിൽ പ്രിയമാതാവ് ആയിരുന്നു ആദ്യം കാണുവാനിടയായത്. അതിനുശേഷമായിട്ട് മറ്റുള്ളവരെല്ലാം വളരെ ത്വരിതഗതിയിൽ പെട്ടെന്ന് തന്നെ വരുത്തിയ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. ശുശ്രൂഷകരുടെ സാന്നിധ്യം വളരെ ഇഷ്ടപ്പെടുകയും അത് അനുഗ്രഹമായി തീരുമെന്ന് കരുതുകയും ചെയ്ത ആ പാപം ഞാൻ ഓർക്കുന്നു. മാതാവിന് ദൈവം കൊടുത്ത നല്ലൊരു അന്ത്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യത്തിൽ കേട്ടുവല്ലോ. ഇപ്രകാരം ദേശത്ത് അതേ അനേക വിശുദ്ധന്മാർക്ക് വേണ്ടിയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനവധി ഭക്തന്മാരെ
ഈ വിടവ് നിലനിർത്തുവാൻ കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നാം ഇവിടെ 43 വാക്യത്തിൽ പ്രകാരം വായിക്കുകയുണ്ടായി. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവിൽ പ്രത്യാശയാകുന്നല്ലോ പുതിയ നിയമ ഭക്തന്മാരുടെ ആത്മീയ ജീവിതത്തിന്റെ അത് മുൻപോട്ടുള്ള നീക്കങ്ങൾ സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്ന് കരുതി ഇഹലോകത്തിലെ കഷ്ടപ്പാടുകളെ, നിന്ദകളെ, അപമാനങ്ങളെ വകവയ്ക്കാതെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നവരാകുന്ന യഥാർത്ഥ ബന്ധക്കോസ്കരായ ഭക്തന്മാർ. അവർ ഈ ലോകത്തിന്റെ വേഷം, ഈ ലോകത്തിന്റെ മറ്റ് ആഡംബരങ്ങൾ അഥവാ അത് ലൗകികമായ ഇൻപങ്ങൾ എല്ലാം വെടിഞ്ഞ് തങ്ങളെ തന്നെ ക്രിസ്തുവിൽ മറച്ച് അവർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ ഇടയായി തീരുന്നതിന്റെ യാഥാർത്ഥ്യം ഇവിടെ ഇതാ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ തരുണത്തിൽ പഴയ നിയമ ആ ഭക്തനായ മോശയെ ഒന്ന് ഓർക്കുകയാകുന്നു. മോശയുടെ ജീവിത അത് ആ കൊട്ടാരത്തിലെ സൗകര്യങ്ങളെ നാം ഓർത്തു നോക്കിയാൽ ഒരിക്കലും മരുഭൂമിയിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ച ആ ദൈവജനത്തോട് അത് താൻ ഇറങ്ങി പുറപ്പെടുന്നതിന് കാരണമായി തീർന്നത് എന്തെന്ന് ചിന്തിക്കാതിരിക്കാൻ കഴിയുകയില്ല. മോശെ മിസ്രൈമിലെ വലിയ സമ്പത്തുകളുടെ ഒരു ഉടമയായി തീരുവാനുള്ള അഥവാ ഒരു ഭാവിയിലെ ഫറവോനായി തീരുവാനുള്ള രാജകുമാരനായിരുന്നു. ജോസഫിന്റെ കാലം മുതൽ ഫറവോന്റെ അതേ സമ്പത്തുകൾ വളരെയേറെ വർദ്ധിച്ചിരുന്ന് മോശയുടെ കാലം വന്നപ്പോഴേക്കും അത് വളരെയേറെ ആയിരുന്നു. ഒരളവിൽ ലോക സാമ്രാജ്യ ശക്തിയായിട്ട് സമ്പന്ന രാജ്യമായിട്ട് ആയിരുന്ന സന്ദർഭമായിരുന്നു അത്. ആ നിക്ഷേപം എല്ലാം താൻ വേണ്ടെന്ന് വെച്ചു. വിഭവങ്ങൾ മുഴുവൻ ലോകത്തിലും തനിക്ക് സഞ്ചരിച്ച് ലോകത്തെ അതേ ലോക ഇൻപങ്ങളെല്ലാം അനുഭവിക്കാമായിരുന്നു. കൊട്ടാരത്തിലെ സകല സൗകര്യങ്ങളും ഇന്നത്തെ അത് അംബാനി പോലുള്ളവരുടെ വസതികളെക്കാൾ വളരെ സൗകര്യമുള്ള ഒരു കൊട്ടാരമായിരിക്കാം ആ നാളുകളിലെ സാമ്രാജ്യ ആ ഈജിപ്ത് ഫറവോന്റെ കൊട്ടാരം. സ്തോത്രം. ഈ ലോകത്തിൽ പ്രിയാഭാരത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങളാലാകുന്ന ലൗകികമായിട്ടുള്ള അതേ ആഡംബരവും സുഖജീവിതങ്ങളെല്ലാം നല്ല ആഭരണങ്ങളെല്ലാം ധരിച്ച് ജീവിക്കാമായിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം വർജിപ്പാനിടയായി തീർന്നത് ഒരു തേജസ്സിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ലഭിച്ചത് കൊണ്ടാണ്. ആ ന്യായവിധിയിൽ നിന്ന് രക്ഷിപ്പാൻ ശക്തനെന്ന് വിശ്വസിച്ചു. ഓ യേശുവേ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷയെ കാൽവരി ക്രൂശിൽ വഹിച്ചവൻ യേശുവേ, ഉയർത്തെഴുന്നേറ്റ് എന്നേക്കുമായി ജീവിക്കുന്ന യേശുവേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരുന്നു. തുടർന്ന് അതേ ദൈവകൽപ്പനയാം മുഴുകൽ സ്നാനം ജലത്തിൽ അതേ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷക്തരുടെ കൈക്കഴി സ്വീകരിച്ചു. തുടർന്ന് ദൈവത്തിന്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവിനാൽ അതേ അനുഭവ അടയാളത്തോടുകൂടെ നിറയപ്പെട്ട് ദൈവസഭയുമായിട്ട് പുതിയ നിയമ സഭയുമായിട്ട് യഥാർത്ഥ അതേ സഭയുടെ അടിസ്ഥാനങ്ങളാകുന്ന അപ്പോസ്തലന്മാർ പ്രവാചകന്മാരെന്ന ആ അടിസ്ഥാനത്തിൽ തന്നെ അപ്പോസ്തലിക ഉപദേശത്തിൽ തന്നെ തന്റെ ആത്മീയ ഗൃഹത്തെയും പണിയെടുപ്പിക്കുവാൻ ദൈവം അപമാനത്തിൽ വിതയ്ക്കപ്പെടും, തേജസ്സിൽ ഉയർത്തുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കും. ശക്തി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വരുന്ന ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ അധിവസിക്കുന്നെങ്കിൽ ഈ നാളുകളിൽ ദൈവമക്കൾ ചിലപ്പോൾ ബലഹീനരായി തീരാറുണ്ട്, രോഗം നിമിത്തവും മറ്റുമായി. അപ്പോൾ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ദൈവത്തിന്റെ ആത്മാവ് അനേകര് മരണത്തിൽ നിന്ന് ബലഹീനതയിൽ നിന്ന് വീണ്ടും ഉയർപ്പിച്ച് ജീവിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ലാസറുവിനെ യേശു കർത്താവ് ആ 4 നാൾ
മരിച്ച ലാസറിനെ ഉയർപ്പിച്ചതുപോലെ ഓ കർത്താവ് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എഴുന്നേറ്റ് വരുമ്പോൾ പ്രത്യക്ഷപ്പെടുമ്പോൾ മരിച്ചവർ അയക്ഷരായി ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം കാണുന്നു. അതുകൊണ്ടാകുന്ന ശക്തിയിൽ ഉയർത്തുന്നു. അത് എപ്രകാരമെന്ന് മനുഷ്യബുദ്ധി കൊണ്ട് പെട്ടെന്ന് ഗ്രഹിക്കാവുന്നതല്ല. മനുഷ്യനാൽ അസാധ്യമായ ദൈവത്തിന് സാധ്യം. ശക്തിയാലും സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിലത്രയെന്നും നാം കാണുന്നു. അത് മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ബഹിരാകാശ പേടകങ്ങളെ ചന്ദ്രനിൽ പ്രവർത്തിപ്പിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധി എവിടേക്ക് ചെന്നിരിക്കുന്നു? ഇവിടെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആകാശത്തിലെ സകല ഫ്ലൈറ്റുകളെയും ഹെലികോപ്റ്ററുകളെയും മറ്റ് പേടകങ്ങളെയെല്ലാം അവന് കൺട്രോൾ ചെയ്യുവാനുള്ള ബുദ്ധിയും ശക്തിയും ദൈവ സൃഷ്ടിയാകുന്ന മനുഷ്യന് ഇപ്പോൾ സാധ്യമാകുന്നുവെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ഈ അതേ ബലഹീന ശരീരത്തെ, അതേ ഈ അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്ന ഈ ശരീരത്തെ തിരുവെഴുത്തിൻ പ്രകാരം കണ്ണിമയ്ക്കുന്ന നേരത്തിൽ അത് ഉയർപ്പിക്കുവാൻ കഴിയും. പ്രിയമുള്ളവർ,
എൻ ഗീതം എന്നുമേ നിൻ ഭക്തിയുള്ള ക്രിസ്ത്യന്മാരെ ദേവാലയത്തിനെ അടക്കം ചെയ്തു എന്ന് നാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അത് പിതാക്കന്മാരുടെ കല്ലറയിൽ ചേർക്കപ്പെട്ട ഭക്തന്മാരെ കുറിച്ച് ഭക്തന്മാരുടെ ശുശ്രൂഷകളുടെ സാന്നിധ്യത്തോട് അനവധി ഭക്തന്മാർ അടക്കം ചെയ്യപ്പെട്ട ഈ സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെട്ട അന്ത്യ ശുശ്രൂഷകളുടെ അടക്കം ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തിരിക്കാൻ വേണ്ടി സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ തനിക്ക് സകലത്തിനും സകലമായി കൂടിയിരുന്ന് അനുഗ്രഹിച്ച് സന്തോഷത്തോട് പ്രത്യാശയോട് നയിക്കുവാനാകണാനായി വീണ്ടും കർത്താവിന്റെ ഇടങ്ങളിൽ കൊടുത്ത് സ്തോത്രം ചെയ്യാം. അമർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദൃഢമുള്ളത് അദൃഢത്തെയും അമർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. മരണമേ നിന്റെ ജയം. പാപം പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നല്ല മാതൃകയെ പാലിട്ടുള്ള പ്രിയപ്പെട്ടതെല്ലാം അനുഗ്രഹിച്ചു. യേശുവേ മാതാവിന്റെ സ്ഥാനത്ത് കർത്താവ് ഭരണത്തിന് അതെല്ലാവരും അശ്വസമായി സഹായകനായി സമർപ്പിക്കുന്നു. മക്കൾക്ക് നല്ല മാതാവായി കർത്താവ് മക്കളെ അനുഗ്രഹിക്കുന്നതിനായി അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, നമുക്ക് പ്രത്യാശ നിറയ്ക്കണമേ. പ്രാപിച്ച എല്ലാ അന്ത്യം പ്രാപിപ്പാൻ ഇവിടെ ഗുണപ്പെട്ട ഏവരെയും സഹായിക്കും. അവർക്ക് നാളിനായി ഒരുക്കുന്ന ശുശ്രൂഷകളെല്ലാം ശാന്തമായ അന്തരീക്ഷത്തിൽ അനുഗ്രഹമായി നടത്തി തന്നത് മാനവത്വം നിർത്താൻ നൽകുന്നു. മടക്കയാത്രയിലെ അവരോട് കൊണ്ടിരിക്കണമേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ. കർത്താവിന്റെ കൃപയും പിതാവിന്റെ എൻ